ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് GST ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ. അതായത് GSTയിലെ ടൈം ഓഫ് സപ്ലൈ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ടൈം എന്തിനാണ് നമ്മൾ GSTയുടെ അകത്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ എന്താണ് ഗുഡ്സോ സർവീസോ ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ 5% നിരക്കിൽ, അല്ലെങ്കിൽ 12% നിരക്കിൽ, അല്ലെങ്കിൽ 28% നിരക്കിലൊക്കെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യാറുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ടാക്സബിൾ വാല്യൂ എത്ര, അത് ഒരു ഗുഡ്സ് വാങ്ങുമ്പോൾ ആ ഗുഡ്സിൻ്റെ ഏത് വാല്യൂവിനാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് നിർണ്ണയിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന GSTയിലെ ഒരു ടേമാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് സപ്ലൈക്ക് വളരെയധികം പ്രാതിനിധ്യമാണ് നമ്മുടെ GSTയുടെ അകത്തുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, വാല്യൂ ഓഫ് സപ്ലൈ മീൻസ് ദ വാല്യൂ ഓൺ വിച്ച് GST ഈസ് ലെവിഡ് ആൻഡ് കളക്റ്റഡ്. അതായത് സപ്ലൈ നടക്കുമ്പോൾ ഏത് വാല്യൂവിലാണ് GST കളക്ട് ചെയ്യുന്നത് അല്ല എങ്കിൽ GST ലെവി ചെയ്യുന്നത്, ഇത് ഡിറ്റർമിൻ ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ GSTയുടെ അടുത്ത് കണ്ടുപിടിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഇവിടെ രണ്ട് ടേമായിട്ടാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സപ്ലൈ മെയ്ഡ് ടു അൺറിലേറ്റഡ് പേഴ്സൺ വെയർ പ്രൈസ് ഈസ് ദ സോൾ കൺസിഡറേഷൻ. അതൊരു ടൈം. ബാക്കിയുള്ളത് രണ്ടാമത്തെ ടൈം. ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് അല്പം വലിയൊരു ടൈമാണ്. നമ്മളുള്ള ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ടൈം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ സപ്ലൈ മെയ്ഡ് ടു അൺറിലേറ്റഡ് പേഴ്സൺ വെയർ പ്രൈസ് ഈസ് ദ സോൾ കൺസിഡറേഷൻ. അതായത് GSTയുടെ അകത്ത് സപ്ലൈ നടക്കുന്നത് അൺറിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തമ്മിലായിരിക്കണം, അവിടെ പ്രൈസ് ആയിരിക്കണം സോൾ കൺസിഡറേഷൻ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ട്രാൻസാക്ഷൻ ഗുഡ്സോ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ ഏത് അല്ലെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ ഏത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 15 ക്ലാസ് 1 പ്രകാരം. ഓക്കെ, അപ്പോൾ സപ്ലൈ നടക്കുന്നത് റിലേറ്റഡ് പേഴ്സൺസ് തമ്മിലാകരുത്, അൺറിലേറ്റഡ് പേഴ്സൺസ് തമ്മിലായിരിക്കണം, അവിടെ പ്രൈസ് ആയിരിക്കണം മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രൈസിനായിരിക്കണം മുഖ്യ പ്രാധാന്യം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ മണി ടൈംസിനായിരിക്കണം ഏറ്റവും മുഖ്യ പ്രാധാന്യം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലൂടെ പഠിച്ചിരുന്നു അൺറിലേറ്റഡ് പേഴ്സൺസ് ആരൊക്കെയെന്ന്. നമുക്ക് അൺറിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്ന ഒരു ടൈം എവിടെയില്ല, നമ്മുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡെഫിനേഷൻസ് ഒന്നും നമ്മുടെ GSTയുടെ അകത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ തൽക്കാലം റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളല്ലാത്തത് ആരോ അവരായിരിക്കും അൺറിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ നടക്കുന്ന അൺറിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കണം, അവരുടെ പ്രൈസ് ആയിരിക്കണം സോൾ കൺസിഡറേഷൻ. നമ്മുടെ ഗുഡ്സോ സർവീസോ സപ്ലയർ റെസിപ്പിയൻറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്വീകർത്താവിന് കൊടുക്കുന്നത് പ്രൈസ് മെയിൻ ടേമായി എടുത്തുകൊണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ സപ്ലയറും റെസിപ്പിയൻറ്റും തമ്മിൽ എന്തുണ്ടാകാൻ പാടില്ല, ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കൊന്ന് നോക്കാം എന്താണ് GSTയുടെ അകത്ത് സിമ്പിൾ മീനിങ് വാല്യൂ ഓഫ് സപ്ലൈയുടെ. ദ എമൗണ്ട് ഇസ് പെയ്ഡ് ബൈ ദ recipient ഓഫ് സപ്ലൈ ടു ദ സപ്ലയർ ഇൻ കൺസിഡറേഷൻ ഫോർ സപ്ലൈ. എന്ത്? ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ റെസിപ്പിയൻറ്റ് ഓഫ് സപ്ലൈ ടു ദി സപ്ലയർ ഇൻ കൺസിഡറേഷൻ ഫോർ സപ്ലൈ. അതായത് നമ്മുടെ സപ്ലൈ നടക്കുന്ന കാര്യം എന്തുമായിക്കൊള്ളട്ടെ, അതായത് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സപ്ലൈ റെസിപ്പിയൻറ്റ് സ്വീകരിക്കുകയാണ് എങ്കിൽ അതിന് റെസിപ്പിയൻറ്റ് കൊടുക്കുന്ന പ്രതിഫലമാണ് സപ്ലൈ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സാധനം സപ്ലൈ ചെയ്യുന്ന സപ്ലയർ, ആ കച്ചവടക്കാരനായിരിക്കും നമ്മുടെ സപ്ലയർ, നമ്മളായിരിക്കും റെസിപ്പിയൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ. നമ്മൾ ഗുഡ്സോ സർവീസോ എന്ത് കാര്യം അയാളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ആ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഗുഡ്സോ സർവീസോ നമുക്ക് കിട്ടുന്നു, അതിന് പ്രതിഫലമായി നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ ഒരു കൺസിഡറേഷൻ, ഒരു പ്രതിഫലം കൊടുക്കുന്നു. ആ പ്രതിഫലത്തെയാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രതിഫലം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതിഫലത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും, ആ പ്രതിഫലത്തിൽ GST ഉണ്ടാകും ആണല്ലോ. അപ്പോൾ നമ്മുടെ സപ്ലയർ റെസിപ്പിയൻറ്റിന് കൊടുക്കുന്ന ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ഏത് മൂല്യത്തിലാണ് GST കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ടേം. ഫസ്റ്റ് പോയിന്റിൻ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്ത്? നമ്മുടെ സപ്ലൈ മെയ്ഡ് ടു അൺറിലേറ്റഡ് പേഴ്സൺ വെൻ ദ പ്രൈസ് ഇസ് ദ സോൾ കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. പ്രൈസ് ഹാസ് സോൾ കൺസിഡറേഷൻ.
പ്രൈസ് എന്ന് പറയുന്നതായിരിക്കണം സോൾ കൺസിഡറേഷൻ. അപ്പോൾ നിങ്ങൾ പ്രൈസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഗുഡ്സ് വാങ്ങി, ഞാനൊരു കടയിൽ പോയി ഗുഡ്സ് വാങ്ങി, അതിന് പകരം ഞാൻ കൊടുക്കേണ്ടത് ക്യാഷ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ബാങ്ക് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റോ ആയിരിക്കണം. അപ്പോൾ ക്യാഷ് ആയിരിക്കണം സപ്ലയർക്ക് റിസീപ്റ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട കൺസിഡറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയുന്നത്. ഗുഡ്സോ സർവീസോ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള റിസിപ്റ്റ് കൊടുക്കുന്നത് വഴി അയാൾക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയുന്നത് ഏതായിരിക്കണം? ക്യാഷ് ആയിരിക്കണം. അതെങ്ങനെയാണ്? ക്യാഷ് ആയിട്ടല്ലെങ്കിൽ ബാങ്ക് ആയിട്ടല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടായിരിക്കണം അയാൾക്ക് മറുപടി ആ പേയ്മെൻറ്റ് റിസീവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ക്യാഷ് ഇല്ലാതെ ഏത് രീതിയിലാണ് പിന്നെ നമ്മൾ കൊടുക്കണേന്ന്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കസ്റ്റമറാണ്, എൻ്റെ വീട്ടിൽ പഴയൊരു മൊബൈൽ ഫോണുണ്ട്. ഞാൻ ആ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഏതെങ്കിലും കടയിൽ, ഏതെങ്കിലും ഒരു മൊബൈൽ കടയിൽ മൊബൈൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതായത് ഈ പഴയ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഫോൺ നമുക്ക് എന്താണ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരു മൊബൈൽ കടയിൽ ചെന്നു, ഞാൻ എന്താണ് എൻ്റെ പഴയ ഫോൺ കൊടുത്ത് പുതിയൊരു ഫോൺ വാങ്ങിക്കൊണ്ട് വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളെന്താണ് ഗുഡ്സിന് പകരം ഗുഡ്സ് കൊടുത്തുകൊണ്ടുള്ള എക്സ്ചേഞ്ച് ആ രീതിയിലാകരുത് ഒരിക്കലും സപ്ലൈ നടക്കുന്നത് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ കാര്യത്തിൽ. ആ രീതിയിലുള്ള ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സപ്ലൈ വാല്യൂ ചെയ്യുന്നത് ഈ ഒരു ടൈമിലല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമിൽ പ്രൈസ് ഹാസ് സോൾ കൺസിഡറേഷൻ. പ്രൈസ് ആയിരിക്കണം സോൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെ ആയിരിക്കണം? അത് ഓൺലി മണി ടൈംസിലായിരിക്കണം. അത് ക്യാഷ്, ബാങ്ക്, ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും നടക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സപ്ലയർ ആൻഡ് റിസീപ്റ്റ് നോട്ട് എ റിലേറ്റഡ് പാർട്ടീസ്. സപ്ലയറോ അല്ലെങ്കിൽ റിസീപ്റ്റോ എന്ന് പറയുന്നത് ഒരിക്കലും എന്താകരുത്? ഒരിക്കലും റിലേറ്റഡ് പാർട്ടീസ് ആകരുത്. അതായതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എംപ്ലോയർ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്താണ് ഒരു തേർഡ് പാർട്ടിക്ക് ഒരു രണ്ട് ബിസിനസ് ഫേമിൽ ഒരേ സമയം അതിൻ്റെ മാനേജ്മെൻറ്റ് നടത്താൻ അധികാരം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് സബ്സിഡിയറി കമ്പനിയോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി തമ്മിലുള്ള റിലേഷൻഷിപ്പോ അങ്ങനെ തരത്തിലുള്ള റിലേറ്റഡ് പാർട്ടീസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും ആകരുത്. പിന്നെയോ ഇത് അൺറിലേറ്റഡ് പാർട്ടീസ് ആയിരിക്കണം. സപ്ലയറും റിസീവറും എന്ന് പറയുന്നത് അൺറിലേറ്റഡ് പാർട്ടീസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാല്യൂ സപ്ലൈ നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ടൈമിൽ അപ്പോൾ ഉദാഹരണം ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എടുത്ത് പറയുന്നുണ്ട് ഒരു ഗുഡ്സോ സർവീസോ സപ്ലയറുടെ കയ്യിൽ നിന്നും റിസീവറിൻ്റെ കൈകളിൽ എത്തിയിരിക്കുന്ന വില. ഓക്കെ, ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മൊബൈൽ ഫോൺ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് കരുതുക. ഞാൻ ആ സപ്ലയർക്ക് കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് ഒരു 5,000 റുപ്പീസ് ആണെങ്കിൽ ആ 5,000 റുപ്പീസ് ആയിരിക്കും ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ട്രാൻസാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ GSTയുടെ അകത്ത് ട്രാൻസാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം തന്നെ എന്താണ് ചില കാര്യങ്ങൾ ആഡ് ചെയ്യണം. നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ? ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ എന്താണ് ഈ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യുകയും ചില കാര്യങ്ങൾ എന്താണ് ഈ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് കുറയ്ക്കുകയും ചെയ്യണം. ഈ ട്രാൻസാക്ഷൻ വാല്യൂ എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരു ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ നടക്കുമ്പോൾ അർത്ഥമാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് സപ്ലയർക്ക് കൊടുക്കുന്ന വില എത്രയെന്ന് അർത്ഥമാകുന്നുള്ളൂ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകുന്നതാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ടാക്സസ് അതർ ദാൻ GST. അതായത് നമ്മുടെ ഒരു ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സപ്ലൈ നടക്കുമ്പോൾ GST കൂടാതെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ കീഴിൽ വരാത്ത വേറെ ഏതെങ്കിലും ടാക്സുകളോ അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഡ്യൂട്ടീസോ സെസ്സോ ഫീയോ ചാർജോ ഉണ്ടെങ്കിൽ അത് ഈ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയോടൊപ്പം കൂട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ടാക്സസ് അതർ ദാൻ GST എന്ന് പറയുന്നത് എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ്, ചാർജ് levied under any law for the time being in force other than this act, the State Goods and Service Tax Act, Union Territory Goods and Service Tax Act, the Goods and Service Tax compensation to state if charged separately by the supplier, and the TCS under income tax is excluded. അതായത് നമുക്ക് ഇത്രയുള്ള കാര്യം GSTയുടെ അകത്ത് പറയാത്ത GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ കീഴിൽ വരാത്ത ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, അതുപോലെ തന്നെ എന്താണ് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഈ പറഞ്ഞിരിക്കുന്ന കസ്റ്റം ഡ്യൂട്ടീസ് GSTയുടെ കീഴിൽ വരുന്ന ഈ രീതിയിലുള്ള ടാക്സുകൾ ഒഴികെ, അതായത് ഈ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ കീഴിൽ വരാത്ത
ഈ വേറെ ഏതെങ്കിലും ടാക്സുകളൊക്കെ ഉണ്ട് കാണും, വേറെ ഏതെങ്കിലും ലോ അനുസരിച്ചുള്ള ടാക്സുകൾ കാണും, ഇൻകം ടാക്സ്, അതുപോലെ തന്നെ എന്താണ് മുനിസിപ്പൽ ടാക്സിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ, ഈ രീതിയിലുള്ള ഏത് ടാക്സുകളാണെങ്കിലും ശരി അത് ഈ ആ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സ്വഭാവം അനുസരിച്ച് കൊണ്ട് അതിൻ്റെ വിലയോടൊപ്പം ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞു തരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബിൽഡിങ് റെൻറ്റിന് കൊടുക്കാമെന്ന് കരുതുക. അപ്പോൾ ഞാനൊരു സപ്ലയറാണ്, ഞാനൊരു ബിൽഡിങ് ഒരു 10,000 rupees റെൻറ്റിന് കൊടുത്തു. പക്ഷേ അവിടുത്തെ മുനിസിപ്പാലിറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ് ഇയാൾ റെൻറ്റിന് കൊടുക്കുമ്പോൾ മസ്റ്റായിട്ട് എന്ത് പേ ചെയ്യണം, മുനിസിപ്പാലിറ്റിയിലേക്ക് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യണം. കാരണം അതായത് നമ്മുടെ പഞ്ചായത്തിൽ നമ്മളൊരു ബിൽഡിംഗ് ആണെങ്കിലും ശരി എന്ത് കാര്യമാണെങ്കിലും ശരി ഏത് തരത്തിലുള്ള ബിൽഡിംഗ് അത് ഏത് അതോറിറ്റിയുടെ കീഴിലാണോ, ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ആണെങ്കിൽ മുനിസിപ്പൽ ടാക്സ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലായിരിക്കും കോർപ്പറേറ്റീവ് ടാക്സ്, അതുപോലെ തന്നെ ഇതാണ് ഒരു പഞ്ചായത്തിലായിരിക്കും പഞ്ചായത്ത് ടാക്സ്, ഈ മുതലായ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും കൊടുക്കണം. ഓക്കെ, അതൊന്നും GSTയുടെ പരിധി വരുന്ന ഒരു ടാക്സ് അല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ബിൽഡിങ് ഞാൻ ഒരു റെസിപ്പിയൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് റെൻറ്റിന് കൊടുത്തു. അയാൾ മാസം എനിക്ക് എന്ത് തരുന്നു, എനിക്ക് റെൻറ്റ് തരുന്നു. ഞാൻ ഒരു 10,000 rupees റെൻറ്റിനാണ് അതായത് ടാക്സ് ഒന്നും ഇല്ലാതെ 10,000 rupeesനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇയാൾക്ക് ഈ ബിൽഡിംഗ് റെൻറ്റിന് കൊടുക്കുന്നത്. പക്ഷേ റെൻറ്റിന് കൊടുക്കുമ്പോൾ ഈ 10,000 rupees മാത്രം ആ റെസിപ്പിയന് എനിക്ക് തന്നാൽ പോരാ, പിന്നെയോ ഞാൻ പഞ്ചായത്തിലേക്ക് അടയ്ക്കുന്ന മുനിസിപ്പൽ ടാക്സും ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ റെൻറ്റിൻ്റെ ഒപ്പം ആഡ് ചെയ്യും. ഒരു മുനിസിപ്പൽ ടാക്സ് ഞാൻ 1000 രൂപ പെർ മന്ത് മുനിസിപ്പാലിറ്റിയിലൊക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ റെൻ്റായിട്ട് വാങ്ങുന്നത് 11,000 rupees ആയിരിക്കും വാങ്ങുന്നത്, 11,000 രൂപയായിരിക്കും വാങ്ങുന്നത്. കാരണം 10,000 rupees ബിൽഡിങ്ങിൻ്റെ ചാർജും അതുപോലെ തന്നെ 1,000 rupees എന്ന് പറയുന്ന മുനിസിപ്പൽ ടാക്സുമാണ്. ഓക്കെ, അത് GSTയുടെ പരിധിയിൽ വരാത്ത കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ ഈ സപ്ലൈയുടെ ഒപ്പം തന്നെ ഈ സപ്ലൈ നടത്തുന്ന ഈ സർവീസിൻ്റെ വാല്യൂവിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മുനിസിപ്പൽ ടാക്സും ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് GSTയുടെ അകത്ത് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയുള്ള കാര്യം, ഏതെങ്കിലും ഒരു ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുമ്പോൾ GSTയുടെ പരിധിയിൽ വരാത്ത ഏതെങ്കിലും ടാക്സസോ ഡ്യൂട്ടീസോ സെസ്സോ ഫീസോ ചാർജ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്, TCS നമുക്കറിയാം, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന കാര്യമാണ്. അത് ഇൻകം ടാക്സ് ഇപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് പറഞ്ഞു വരുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളിങ്ങനെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സോൾ കൺസിഡറേഷനായിട്ട് എടുക്കുന്ന സന്ദർഭത്തിൽ അൺറിലേറ്റഡ് പാർട്ടീസ് തമ്മിലുള്ള സപ്ലൈ ആണ്, അത് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ആണോ നടക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ അഥവാ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുമ്പോൾ GSTയുടെ പരിധിയിൽ വരാത്ത ഏതെങ്കിലും ടാക്സസ് ഈ ഒരു വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ, ഈ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ TCS കൂട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. TCSോ അല്ലെങ്കിൽ GSTയുടെ പരിധിയിൽ വരാത്ത ഏതെങ്കിലും ടാക്സ് സിസ്റ്റം വഴി ഉണ്ടാകുന്ന എല്ലാ ടാക്സസും ഡ്യൂട്ടീസും സെസ്സും ഫീസും ചാർജസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ സപ്ലൈ നടത്തുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. അത് റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് തേർഡ് പാർട്ടി പേയ്മെൻറ്റ്. ഓക്കെ, അല്ല എങ്കിൽ എനി എമൗണ്ട് ദാറ്റ് ദ സപ്ലയർ ലയബിൾ ടു പേ, തേർഡ് പാർട്ടി പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇൻക്ലൂഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈയുടെ കൂടെ ഈ രീതിയിൽ വാല്യൂ ഓഫ് സപ്ലൈ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട അടുത്ത കാര്യമാണ് തേർഡ് പാർട്ടി പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. എനി എമൗണ്ട് ദാറ്റ് ദ സപ്ലയർ ഈസ് ലയബിൾ ടു പേ ഇൻ റിലേഷൻ ടു സച്ച് സപ്ലൈ ബട്ട് വിച്ച് ഹാസ് ബീൻ ഇൻകേർഡ് ബൈ ദ റെസിപ്പിയൻറ്റ് ഓഫ് ദി സപ്ലൈ ആർ നോട്ട് ഇൻക്ലൂഡഡ് ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ ഫോർ ദ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. അതായത് ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സപ്ലയർ പേ ചെയ്യേണ്ട ലയബിലിറ്റി ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് സർവീസോ അല്ലെങ്കിൽ സപ്ലയറുടെ കയ്യിൽ നിന്ന് സപ്ലൈ സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യണം, ഈ സപ്ലയറുടെ കയ്യിൽ നിന്ന് സപ്ലൈ സ്വീകരിക്കുന്ന റെസിപ്പിയൻറ്റിന് കൊടുക്കുന്ന ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, അതായത് സപ്ലയർ ആയിരുന്നു ആശയിൽ എന്ത് ചെയ്യേണ്ടത്, ആ ലയബിലിറ്റി പേ ചെയ്യേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു സിറ്റുവേഷനിൽ അത് റെസിപ്പിയൻറ്റ് പേ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണെങ്കിലും സപ്ലയർ കൊടുക്കുന്ന ഇൻവോയ്സിൽ
ഇൻവോയ്സിൻ്റെ വാല്യൂവിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, ഇൻവോയ്സ് കിടക്കുന്ന ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം തന്നെ ഈ റെസിപ്പിയൻ്റ് പേ ചെയ്തിരിക്കുന്ന ഈ പേയ്മെൻറ്റ് കൂടി ആഡ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഇൻവോയ്സ് വേണം ആർക്ക് കൊടുക്കാൻ, നമ്മുടെ റെസിപ്പിയന് കൊടുക്കാൻ. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുക, ഞാനൊരു ബിസിനസ്സുകാരനാണ്. എൻ്റെ ഒരു ബിൽഡിംഗ് ഇനാഗുറേഷന് വേണ്ടി എന്താണ് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ ഏൽപ്പിച്ചു അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം അവരാണ് എൻ്റെ സപ്ലയർ. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സർവീസ് എന്താണ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് സർവീസാണ് അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. 5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് സർവീസ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ രീതിയിലുള്ള സന്ദർഭത്തിലും ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് എൻ്റെ ഫംഗ്ഷൻ, എൻ്റെ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവർ ആ രീതിയിലുള്ള എല്ലാ സർവീസുകളും അവരെനിക്ക് ചെയ്തു തന്നോളും. ഫുഡ് ആയിക്കോട്ടെ, അതുപോലെ സ്റ്റേജ് ഡെക്കറേഷൻ സർവീസ് ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, ഈ രീതിയിൽ അവരെല്ലാ സർവീസുകളും ആ ഇവൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആരാണ് നടത്തുന്നത്, അതിനുവേണ്ടിയുള്ള എല്ലാ സർവീസുകളും ചെയ്തു തരുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണ്. പക്ഷേ ഒരു സന്ദർഭത്തിൽ എന്താണ്, അവിടെ ഒരു ഐസ്ക്രീം, അതായത് അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഐസ്ക്രീം വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. അത് ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയോട് പറഞ്ഞു. പക്ഷേ എന്നാണോ ഈ പ്രോഗ്രാം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് കൊണ്ടുവരികയുള്ളൂ, ഐസ്ക്രീം കൊണ്ടുവരികയുള്ളൂ. ഈ ഐസ്ക്രീം എന്ന് പറയുന്നത് വേറൊരു സപ്ലയറാണ് തരുന്നത്. അതും ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഉടമസ്ഥർ തന്നെയാണ്. പക്ഷേ എന്താണ്, അവർ വേറൊരു പാർട്ടീനെ ഏൽപ്പിച്ചു ഈ ബിസിനസ് ഫേമിലേക്ക് ഈ ഐസ്ക്രീം നമ്മുടെ ഈ ഓഡിറ്റോറിയം, നമ്മുടെ ഈ ബിസിനസ് ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സന്ദർഭത്തിൽ അങ്ങോട്ട് ഐസ്ക്രീം ഡെലിവറി ചെയ്യാൻ വേണ്ടി അവർ വേറൊരു പാർട്ടീനെ ഏൽപ്പിച്ചു. അവർ ഐസ്ക്രീം കൊണ്ടുവന്നു. അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഇത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയിരുന്നു ഇതിൻ്റെ കൊട്ടേഷൻ കൊടുക്കേണ്ടത്. പക്ഷേ എന്താണ്, അവർ കൊട്ടേഷൻ കൊടുത്ത വേറൊരു പാർട്ടിക്കാണ്. ഐസ്ക്രീം അവർ കൊണ്ടുവന്നു. ഐസ്ക്രീമിന് മൊത്തം 30,000 രൂപ ചിലവായി. ഓക്കെ, എത്ര രൂപ ചിലവായി? മൊത്തം 30,000 രൂപ ചിലവായി. പക്ഷേ ഈ ഐസ്ക്രീം സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാശ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് റെസിപ്പിയൻ, അപ്പോൾ അത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ കയ്യിൽ ആ സന്ദർഭത്തിൽ എടുക്കാനില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ആരാണോ ഈ സർവീസ് സ്വീകരിച്ചിരിക്കുന്നത് ആ റെസിപ്പിയൻ്റായി ഞാൻ തന്നെ എന്ത് ചെയ്തു, 30,000 രൂപ കൊടുത്തു. ഓക്കെ, ആക്ച്വലി ഈ ഒരു കാശ് കൊടുക്കേണ്ടത് ആരായിരുന്നു, എനിക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ടീമാണ് എനിക്ക് ഈ രീതിയിലുള്ള ഫുഡ്, സ്റ്റേജ് ഡെക്കറേഷൻ, ഫോട്ടോഗ്രാഫി, ഐസ്ക്രീം എന്ന് പറയുന്ന സർവീസുകളെല്ലാം തരേണ്ടത്. ഓക്കെ, അവർക്ക് ഞാൻ എന്താണ് എഗ്രിമെൻ്റ് കൊടുത്തേക്കുന്നത് 5 ലക്ഷം രൂപയ്ക്കാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവർ തന്നിരിക്കുന്ന ഒരു സർവീസിൻ്റെ ഒരു സർവീസിൻ്റെ പൈസ റെസിപ്പിയൻ്റായി ഞാൻ തന്നെ എന്ത് ചെയ്തു, കൊടുക്കേണ്ടതായിട്ട് വന്നൊരു സന്ദർഭമുണ്ടായി അല്ലേ. അപ്പോൾ ഇവരുടെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഞാൻ ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ഈ 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. പക്ഷേ എന്താണ്, ഇതിൻ്റെ അകത്ത് ഇവരെനിക്ക് തന്നിരിക്കുന്ന ഒരു സർവീസിൻ്റെ കാശ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതിൻ്റെയാണ്, ഐസ്ക്രീം എന്ന് പറയുന്നതിൻ്റെ 30,000 രൂപ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം ഐസ്ക്രീമൊക്കെ നമുക്കറിയാം എന്താണ്, ആ സന്ദർഭത്തിലാണ് ഐസ്ക്രീമൊക്കെ നമ്മുടെ ബിസിനസ്സിൽ ഐസ്ക്രീം എന്ന് പറയുന്നതിൻ്റെ കാശ് നേരത്തെ തന്നെ ആ ഐസ്ക്രീം സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ ആവശ്യപ്പെടുകയും അത് സപ്ലയർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ റെസിപ്പിയൻ്റ് ആയ ഞാനത് പേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിലുള്ള പേയ്മെൻറ്റിനെയാണ് തേർഡ് പാർട്ടി പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു തരാം. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ഞാൻ കാശ് കൊടുക്കണം. എത്ര രൂപ, 5 ലക്ഷം രൂപ കൊടുക്കണം മൊത്തം. പക്ഷേ എന്താണ്, ഓൾറെഡി അവരെനിക്ക് സപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു സർവീസിൻ്റെ കാശ് ആരാണ് കൊടുത്തേക്കുന്നത്, അത് ഞാൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഏതിൻ്റെയാണ്, ഐസ്ക്രീമിൻ്റെ കാശ്. 5 ലക്ഷം രൂപ മൊത്തമായിരുന്നു കരാറുണ്ടായിരുന്നത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം തന്നിരിക്കുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് സർവീസിന്. പക്ഷേ 30,000 രൂപ ഞാൻ എന്താണ് അഡ്വാൻസായിട്ട് അവർ ഡെലിവറി ചെയ്തിരിക്കുന്ന ഒരു സർവീസിന് അവരുടെ ബാധ്യത ഞാൻ കൊടുക്കേണ്ടതായിട്ട് വന്നു അല്ലേ. ഇനി ബാക്കി എത്ര രൂപയുണ്ട് അവർക്ക് കൊടുക്കാൻ? 4,70,000 രൂപയേ ഉള്ളൂ അല്ലേ. പക്ഷേ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം എനിക്ക് എന്ത് തന്നെ ഇവർക്ക് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് കാശ് കൊടുക്കാൻ തന്നല്ലോ അല്ലേ. ബാക്കിയുള്ള കാശ് എന്ന് പറയും 4,70,000 രൂപയ്ക്ക് അവർക്ക് ഞാൻ കാശ് കൊടുക്കണം, 4,70,000 രൂപ. പക്ഷേ 4,70,000 രൂപ അവർക്ക് കാശ് കൊടുക്കണമെങ്കിൽ അവർ മസ്റ്റായിട്ട് എന്ത് തന്നെ എനിക്ക് ഇൻവോയ്സ് തരണം. ആ ഇൻവോയ്സിൻ്റെ ഉള്ളിൽ മസ്റ്റായിട്ട് എന്തുണ്ടാകും, CGST, SGST ടാക്സ് പിടിച്ചതായിട്ടും ഉണ്ടാകും. ഇവരെനിക്ക് തന്നിരിക്കുന്ന സർവീസിൻ്റെ ചാർജ് മാത്രമല്ല ഇവർക്ക് ഞാൻ കൊടുക്കേണ്ടത്, പിന്നെയോ GST എമൗണ്ടും കൊടുക്കണം. അങ്ങനെ അവർ GST എമൗണ്ട് കാണിക്കുന്ന ഇൻവോയ്സിൽ
മൊത്തം 30,000 രൂപ ഞാൻ നേരത്തെ പേ ചെയ്ത 30,000 രൂപയും ബാക്കി ഞാൻ ഇവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന 4,70,000 രൂപയും കൂടി കൂട്ടിയിട്ട് മൊത്തം 5 ലക്ഷം രൂപയുടെ ബില്ല് തരികയും ഈ 5 ലക്ഷം രൂപയ്ക്കായിരിക്കും ഇവർ GST ടാക്സ് എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് എനിക്ക് തരിക. അല്ലാണ്ട് ഞാൻ നേരത്തെ ഈ സപ്ലയർ ലയബിലിറ്റി 30,000 രൂപ പേ ചെയ്തു. ആ 30,000 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസായി 4,70,000 രൂപയ്ക്കല്ലായിരിക്കും ഇവരെന്ത് എനിക്ക് ഇഷ്യൂ ചെയ്യുന്നത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. മൊത്തം സപ്ലയർ എനിക്ക് എന്ത് ചെയ്യും, സപ്ലയർ എനിക്ക് 5 ലക്ഷം രൂപയുടെ ടാക്സ് എമൗണ്ട് ഇൻവോയ്സ് തരും. ആ ഇൻവോയ്സിൽ നേരത്തെ പേ ചെയ്തിരിക്കുന്ന 30,000 രൂപ ഐസ്ക്രീം എന്ന് പറയുന്ന സർവീസ് കിട്ടിയതിന് ഞാൻ പേ ചെയ്തിരിക്കുന്ന 30,000 രൂപയുടെയും GST എമൗണ്ടും കാണിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം. തേർഡ് പാർട്ടി പേയ്മെൻറ്റ് നടക്കുന്ന സന്ദർഭത്തിൽ, അതായത് ഏതെങ്കിലും ഒരു റെസിപ്പിയന് നമ്മുടെ സപ്ലയറുടെ ലയബിലിറ്റി പേ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ലയബിലിറ്റി എമൗണ്ടും എന്ത് ചെയ്യണം, ആ സപ്ലയർ കൊടുക്കുന്ന ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം കാണിച്ചിട്ടുണ്ടാകണം. അതിന് ചേർത്താണ് എന്ത് നമ്മൾ ചാർജ് ചെയ്യുന്നത്, GST ചാർജ് ചെയ്യുന്നത്. ഇവിടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിന് ഒരു ബിസിനസ്സുകാരൻ കരാർ ഉറപ്പിച്ചേക്കുന്നത് 5 ലക്ഷം രൂപയ്ക്കായിരുന്നു. ഫുഡ് സ്റ്റേജ്, ഡെക്കറേഷൻ, ഫോട്ടോഗ്രാഫി, ഐസ്ക്രീം മുതലായ സർവീസുകളാണ് ആ ബിസിനസ്സുകാരന് കിട്ടിക്കൊണ്ടിരുന്നത്. മൊത്തം 30, 5 ലക്ഷം രൂപയുടെ സർവീസാണ്, 5 ലക്ഷം രൂപയാണ് കരാർ ഉറപ്പിച്ചത്. 5 ലക്ഷം രൂപയ്ക്കാണ് എന്തടക്കേണ്ടി വരുന്നത്, GST. ആ ബിസിനസ്സുകാരൻ 5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാകുന്ന ടാക്സ് എമൗണ്ടും എന്ത് ചെയ്യണം, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിന് ആ ബിസിനസ്സുകാരൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു സന്ദർഭത്തിൽ എന്താണ്, ഐസ്ക്രീമിൻ്റെ കാശ് ബില്ലടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം വേറൊരു പാർട്ടീനെ ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്, വേറെ സപ്ലയറെ ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം കൊടുക്കേണ്ട ഒരു സർവീസ്, അത് അൺഫോർച്ചുനേറ്റ്ലി ആ ബിസിനസ്സുകാരൻ ആ സപ്ലയർക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം കൊടുക്കേണ്ട ലയബിലിറ്റി ആ ബിസിനസ്സുകാരൻ തന്നെ നേരത്തെ പേ ഓഫ് ചെയ്തു, ഒരു 30,000 രൂപീസ്. അത് അയാളുടെ ബിൽ എമൗണ്ടിൽ കുറവ് വരും. അതായത് അയാൾക്ക് 5 ലക്ഷം രൂപ, അത് 5 ലക്ഷം രൂപ അയാൾ കുറച്ച് കൊടുത്താൽ മതി ബിസിനസ്സുകാരൻ. ഇനി 5 ലക്ഷം രൂപയിൽ നിന്ന് 30,000 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസായി 4,70,000 രൂപ കാശായിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ഈ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ഈ നമ്മുടെ ബിസിനസ്സുകാരന് കൊടുക്കുന്ന ഇൻവോയ്സിൻ്റെ അകത്ത് ഈ ബിസിനസ്സുകാരൻ പേ ചെയ്തിരിക്കുന്ന 30,000 രൂപയും പിന്നെ റിമൈനിങ് ബാലൻസായ 4,70,000 രൂപയുടെ കൂട്ടി മൊത്തം 5 ലക്ഷം രൂപയുടെ ഇൻവോയ്സ് കൊടുക്കുകയും മൊത്തം 5 ലക്ഷം രൂപയുടെ ടാക്സ് എമൗണ്ട് നേരത്തെ ഈ ബിസിനസ്സുകാരൻ ഐസ്ക്രീമിന് പേ ഓഫ് ചെയ്തിരിക്കുന്ന 30,000 രൂപയുടെ ടാക്സ് എമൗണ്ട് സഹിതം 5 ലക്ഷം രൂപയുടെ ടാക്സ് 30,000 രൂപയുടെ ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ റിമൈനിങ് ബാലൻസായി 4,70,000 രൂപയുടെ ടാക്സ് എമൗണ്ടും ഈ രണ്ടും കൂടി കൂട്ടിയിട്ട് മൊത്തം 5 ലക്ഷം രൂപയുടെ ഇൻവോയ്സ് ഈ ബിസിനസ്സുകാരന് ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം കൊടുക്കുന്നു. പിന്നെന്താണ്, അതിൻ്റെ അകത്ത് 5 ലക്ഷം രൂപയുടെ ബില്ല് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് 5 ലക്ഷം രൂപയ്ക്ക് തന്നെയായിരിക്കും എന്തുകൊണ്ട് കൊടുക്കുന്നത്, GST എമൗണ്ട് ഈ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലാണ്ട് നേരത്തെ പേ ചെയ്തിരിക്കുന്ന 30,000 രൂപയുടെ ടാക്സ് എമൗണ്ട് കുറച്ചല്ല കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബില്ലിൽ നമ്മുടെ സപ്ലയറുടെ ലയബിലിറ്റി ഏതെങ്കിലും കാരണവശാൽ റെസിപ്പിയൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, ആ സപ്ലയർ കൊടുക്കുന്ന ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നു. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, അതും ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് ആര് കളക്ട് ചെയ്യുന്നത്, നമ്മുടെ സപ്ലയർ കളക്ട് ചെയ്യുന്നത്. ആ ട്രാൻസാക്ഷൻ വാല്യൂവിലായിരിക്കും റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ സപ്ലയർ ടാക്സ് എമൗണ്ട് പേ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ടാക്സസ് അതർ ദാൻ GST. ഏതെങ്കിലും ഒരു സപ്ലയർക്ക് റെസിപ്പിയൻറ്റിന് ഒരു ഗുഡ്സോ സർവീസോ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം GSTയിലോ അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം ഒഴിച്ച് TCS എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം ഒഴിച്ച് വേറെ ഏതെങ്കിലും ടാക്സ് ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ടാക്സസോ ഡ്യൂട്ടീസോ സെസ്സോ ഫീസോ സർചാർജോ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി കൂട്ടിയിട്ടായിരിക്കും ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയോടൊപ്പം അതോടെ കൂട്ടിയിട്ടായിരിക്കും എന്ത് കളക്ട് ചെയ്യുന്നത്, GST എന്ന് പറയുന്ന റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം എന്തുകൂടെ കളക്ട് ചെയ്യണം, ടാക്സസ് അതർ ദാൻ GST, അതുവഴി ഉണ്ടാകുന്ന ടാക്സസും ഡ്യൂട്ടീസും സെസ്സും ഫീസും സർചാർജും ആഡ് ചെയ്യണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ് തേർഡ് പാർട്ടി പേയ്മെൻറ്റ്. തേർഡ് പാർട്ടി പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഗുഡ്സോ സർവീസോ സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് തന്നെ ഏതെങ്കിലും കാരണവശാൽ സപ്ലയറുടെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യുകയാണ് എങ്കിൽ ആ ലയബിലിറ്റി എമൗണ്ടും എന്ത് ചെയ്യുന്നു, സപ്ലയർ
ആ പാർട്ടി തരാനുള്ള ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുന്നു. അതിനുശേഷമുള്ള ഇൻവോയ്സ് ആയിരിക്കും ആർക്ക് ഇഷ്യൂ ചെയ്യുന്നത്? സപ്ലയർ റെസിപ്പിയൻ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് സപ്ലയർ ലയബിലിറ്റി റെസിപ്പിയൻ്റ് ആണ് പേ ചെയ്തേക്കുന്നത്. പക്ഷേ ആ റെസിപ്പിയൻ്റ് പേ ചെയ്തിരിക്കുന്ന എമൗണ്ടോടെയും ചേർത്തിട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ ട്രാൻസാക്ഷൻ വാല്യൂവിലായിരിക്കും സപ്ലയർ GST എമൗണ്ട്, ആ ട്രാൻസാക്ഷൻ വാല്യൂവിലായിരിക്കും GST എമൗണ്ട് റെസിപ്പിയൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ സപ്ലയർ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം ഇവൻറ്റ് മാനേജ്മെൻറ്റിന് 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. 5 ലക്ഷം രൂപയായിരുന്നു ബിൽ എമൗണ്ട്. പക്ഷേ ഒരു സർവീസ് നേരത്തെ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം കൊടുക്കേണ്ട ഒരു ലയബിലിറ്റി എന്താണ് റെസിപ്പിയൻ്റ് കൊടുത്തു. ബാക്കി റിമൈനിങ് ബാലൻസിനല്ല എന്ത് ചെയ്യുന്നത്? ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. മൊത്തം അവർ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ സർവീസിനും ചേർത്ത് ഒറ്റ ചാർജായിരിക്കും ഒറ്റ ചാർജിനായിരിക്കും അവർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഫുഡ്, സ്റ്റേജ് ഡെക്കറേഷൻ, ഫോട്ടോഗ്രാഫി, ഐസ്ക്രീം, ഇതിൻ്റെ അകത്ത് ഏത് ലയബിലിറ്റി ചിലപ്പോൾ സപ്ലയർ പേ ചെയ്യേണ്ട സ്ഥാനത്ത് റെസിപ്പിയൻ്റ് തന്നെ പേ ചെയ്യേണ്ടതായിട്ട് വന്നേക്കും. പക്ഷേ എമൗണ്ട് അത്രയും കുറച്ച് കൊടുത്താൽ മതി. എത്രയാണ് പേ ഓഫ് ചെയ്ത് അത്രയും എമൗണ്ട് കുറച്ച് പൈസ കൊടുത്താൽ മതി. പക്ഷേ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീം തന്നിരിക്കുന്ന സർവീസിൻ്റെ ചാർജ് 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപയ്ക്കാണ് GST എമൗണ്ട് കൊടുക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ടും ഈ സപ്ലയർ, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീം എന്ന് പറയുന്ന സപ്ലയർ റെസിപ്പിയൻ്റ് ബില്ല് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ആ റെസിപ്പിയൻ്റ് അതിനനുസരിച്ചുള്ള ടാക്സ് എമൗണ്ട് അയാൾ പേ ചെയ്തിരിക്കുന്ന സർവീസിൻ്റെയും അതുപോലെ തന്നെ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള സർവീസ് പേ ചെയ്യാനുള്ള ബാക്കിയുള്ള സർവീസുകളുടെയും ടാക്സ് എമൗണ്ടോടെ ബാക്കി പേ ചെയ്യാനുള്ള എമൗണ്ടോടെ ചേർത്ത് 5 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? 5 ലക്ഷം രൂപ പേ ചെയ്യും. അതിനൊപ്പം ടാക്സ് എമൗണ്ട് പേ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ തേർഡ് പാർട്ടി പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ സപ്ലയർ കൊടുക്കുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കമ്മീഷൻ, പാക്കിംഗ് ചാർജ്ഡ് ബൈ ദി സപ്ലയർ, അതായത് ഏതെങ്കിലും ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഗുഡ്സോ സർവീസോ സപ്ലയറുടെ കയ്യിൽ നിന്നും റെസിപ്പിന് കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്ത് തരത്തിലുള്ള പാക്കിംഗ് ചാർജസ് അല്ലെങ്കിൽ ഡെലിവറി ചാർജസ് അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ഈ ഒരു സപ്ലയർ ഈ ഗുഡ്സോ സർവീസോ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി മുഖേന ആയിരിക്കും നമ്മുടെ റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ കസ്റ്റമർ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള കമ്മീഷനോ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നതിന് വല്ല കമ്മീഷനോ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതും ഈ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയോടൊപ്പം ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും എങ്ങോട്ട് എത്തിക്കുന്നത്? നമ്മുടെ റെസിപ്പിയൻ്റെ കൈകളിലേക്ക് ഈ ഗുഡ്സും സർവീസും എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഗുഡ്സോ സർവീസോ ഡെലിവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന അഡീഷണൽ ചാർജസ്, കമ്മീഷൻ ആയിക്കോട്ടെ, പാക്കിംഗ് ആയിക്കോട്ടെ, അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ട്രാൻസാക്ഷൻ വാല്യൂ അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് റെസിപ്പിന് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ്. അത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ കേരളത്തിലൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു കസ്റ്റമർ ഉണ്ടായിരുന്നിരുന്നു. ഓക്കെ, കസ്റ്റമർ ഒരു 1000 രൂപ വിലയുള്ള ഒരു ഗുഡ്സ് എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ അതിന് പാക്കിംഗ് ഒരു 100 രൂപയായി. ഓക്കെ, ഞാൻ ഈ 1000 രൂപ വിലയുള്ള ഗുഡ്സ് ഞാൻ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു തേർഡ് പാർട്ടിനെയാണ് ഏൽപ്പിച്ചത്. അയാൾ പറഞ്ഞു വണ്ടിക്കൂലി 100 രൂപയാകും. ഓക്കെ, അപ്പോൾ അഡീഷണൽ ആയിട്ട് 100 രൂപ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. കേരളത്തിലുള്ള എൻ്റെ സപ്ലയറായ എൻ്റെ ഗോഡൗണിൽ നിന്നുള്ള ഈ പ്രൊഡക്റ്റ് തമിഴ്നാട്ടിലെ കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കണമെങ്കിൽ എന്ത് വേണം? 100 രൂപ കമ്മീഷൻ വേണം. ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആകും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനായിട്ട് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം ഈ ഒരു ഗുഡ്സ് കേരളത്തിലുള്ള സപ്ലയറായ എൻ്റെ ഗോഡൗണിൽ നിന്നും തമിഴ്നാട്ടിലെ കസ്റ്റമറിന് എത്തിക്കണമെങ്കിൽ മൊത്തം എത്ര രൂപ ചിലവായി? എനിക്ക് പാക്കിംഗ് 1000 രൂപയാണ് ഗുഡ്സിൻ്റെ വില. 100 രൂപ പാക്കിംഗ് ആയി. 100 രൂപ എന്ത് കൊടുക്കണം? ഞാൻ കമ്മീഷൻ കൊടുക്കണം. ഓക്കെ, ഈ 100 രൂപയും ഇത്രയും കാര്യങ്ങൾ, അതായത് ഗുഡ്സിൻ്റെ വിലയായ 1000 രൂപ പ്ലസ് കമ്മീഷൻ 100 രൂപ, പാക്കിംഗ് 100 രൂപ, ഈ 2 കാര്യങ്ങളെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? കസ്റ്റമർക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ മേലായിരിക്കും ഞാൻ എന്ത് ചാർജ് ചെയ്യുന്നത്? GST ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര രൂപയായി? മൊത്തം 1200 രൂപയായി. ആ 1200 രൂപയായിരിക്കും ഗുഡ്സ് എൻ്റെ ഗോഡൗണിൽ നിന്നും തമിഴ്നാട്ടിലുള്ള കസ്റ്റമറുടെ അടുത്തെത്തിക്കാൻ വേണ്ടി ഉള്ള
ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആ ട്രാൻസാക്ഷൻ വാല്യൂ എത്ര രൂപയോ അതിലായിരിക്കും ഞാൻ എന്ത് ചാർജ് ചെയ്യുന്നത്, GST ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്സിൻ്റെ വില 1000 രൂപ, അതുകൂടാതെ തന്നെ എന്താണ് കമ്മീഷനായിട്ട് 100 രൂപയും അതുപോലെ തന്നെ പാക്കിംഗ് ആയിട്ട് 100 രൂപയും ഉണ്ടായിട്ടുണ്ട്. മൊത്തം 1200 രൂപയിലായിരിക്കും ഞാൻ ഇത് ചാർജ് ചെയ്യുന്നത്, GST ചാർജ് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിയൻ്റ് തരേണ്ടത് എത്രയാണ്, ഗുഡ്സിൻ്റെ വില പ്ലസ് അതിനുണ്ടായ കമ്മീഷൻ എമൗണ്ട് പ്ലസ് പാക്കിങ്ങിനുണ്ടായ എമൗണ്ട്, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആയ 1200 ഇൻറ്റു GST ടാക്സ് റേറ്റ് എത്രയോ അതടക്കമായിരിക്കണം തമിഴ്നാട്ടിലെ റെസിപ്പിയൻ്റ് ആയ എൻ്റെ കസ്റ്റമർ എനിക്ക് എമൗണ്ട് തരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്, ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ആ GST ടാക്സ് ചാർജ് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് എത്രയോ അതാണ് ട്രാൻസാക്ഷൻ വാല്യൂ. ഏതാണ്, ഗുഡ്സിൻ്റെ വിലയും അതുപോലെ തന്നെ എന്താണ് കമ്മീഷൻ എമൗണ്ട് അതുപോലെ തന്നെ പാക്കിംഗ് എമൗണ്ട്, ഈ രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളതാണ് ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ GSTയുടെ അകത്ത് പറയുകയാണ് ഏതെങ്കിലും തരത്തിൽ ബിസിനസ്സുകാരന് ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ വാല്യൂസ് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗുഡ്സിൻ്റെ പാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകാം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സപ്ലയർക്ക് ഗുഡ്സ് സർവീസോ സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്ക് ഏതെങ്കിലും രീതിയിൽ ഇൻസിഡൻ്റൽ എക്സ്പെൻസുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയോടൊപ്പം ആഡ് ചെയ്യണം. അതിനുശേഷം വേണം എന്ത് ചെയ്യാൻ, അതിൻ്റെ പേരിൽ വേണം ഇൻവോയ്സ് സപ്ലയറുടെ റെസിപ്പിന് ഇഷ്യൂ ചെയ്യാൻ. അതിൻ്റെ മേൽ വേണം അങ്ങനെ ആ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഇൻസിഡൻ്റൽ എക്സ്പെൻസോട് കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ടിൽ വേണം GST എമൗണ്ട് സപ്ലയർ റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇൻസിഡൻ്റൽ ചാർജസ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, നമ്മുടെ സപ്ലയർ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വാല്യൂവിൻ്റെ ഒപ്പം കൂടണം. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആമസോണിലൊക്കെ ബുക്ക് ചെയ്യുന്നവരല്ലേ, പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 450 രൂപ എന്ന് കരുതുക. ഓക്കെ, 50 രൂപ എന്തുണ്ടാകും, ഡെലിവറി ചാർജസും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഗുഡ്സിൻ്റെ വില 450 രൂപയും അതിൻ്റെ ഒപ്പം തന്നെ 50 രൂപ ഡെലിവറി ചാർജസ് ഉണ്ടാകും. അതിൻ്റെ ഒപ്പം തന്നെയാണ് എന്ത്, ഈ ഗുഡ്സിൻ്റെ വിലയുടെയും ഡെലിവറി ചാർജിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും എന്ത് പിടിക്കുന്നത്, ആമസോൺകാർ GST എമൗണ്ട് ടാക്സ് പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതാണ്, ഡെലിവറി ചാർജസ് ആണ് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും എന്ത് ചെയ്യണം, നമ്മുടെ ഇൻസിഡൻ്റ് ആയിട്ടുണ്ടാകുന്ന സപ്ലയർക്ക് ഇൻസിഡൻ്റ് ആയിട്ടുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും മസ്റ്റായിട്ടും ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയും വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ശരിയായ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂസ് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് സബ്സിഡീസ്. ഓക്കെ, സബ്സിഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് 1 കോടി രൂപ വിലയുള്ള ഒരു മെഷീനറീസ് വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് സബ്സിഡി എന്ന് പറയുന്നത് 2 രീതിയിൽ ലഭിക്കും. ഒന്ന്, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ നൽകുന്ന ഒരു സബ്സിഡി ആണ് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഗുഡ്സ് അത് ഒരിക്കലും എൻ്റെ വിലയോടൊപ്പം തന്നെ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്ന വിലയുള്ള 1 കോടി രൂപ വിലയുള്ള മെഷീനറിയുടെ ഒപ്പം തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനി നൽകുന്ന സബ്സിഡി ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും അല്ലെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്ന മെഷീനറിയുടെ വാല്യൂവിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്തിട്ടുണ്ടാകണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യത്തിൽ പറഞ്ഞേക്കുന്ന കാര്യം, ഗവൺമെൻറ്റോ അല്ല എങ്കിൽ അതായത് ഏതെങ്കിലും ഒരു റെസിപ്പിയന്റിന് ഒരു സബ്സിഡി ലഭിക്കുകയാണ്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റോ നൽകുന്ന സബ്സിഡി ആണെങ്കിൽ അതെന്ത് ചെയ്യണം, അതൊരിക്കലും ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ്സുകാരന് ഒരു വലിയൊരു മെഷീനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ 1 കോടി രൂപ വിലയുള്ള ഒരു മെഷീനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ്സുകാരന് ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾ 1 കോടി രൂപ വിലയുള്ള മെഷീനറി പർച്ചേസ് ചെയ്തോ, അതിൻ്റെ അകത്ത് 20%, അതായത് 20 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡി തന്നേക്കാന്ന് പറയാൻ കരുതുക. ഓക്കെ, അപ്പോൾ ഗുഡ്സിൻ്റെ ആ മെഷീനറിയുടെ വില എന്ന് പറയുന്നത് എത്ര രൂപയേ ഉള്ളൂ, 80 ലക്ഷം രൂപയേ ഉള്ളൂ. കാരണം ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകിയിരിക്കുന്ന സബ്സിഡിയാണ്. അപ്പോൾ ഗുഡ്സിൻ്റെ വില 1 ലക്ഷം രൂപയാണ്, 1 കോടി രൂപ എന്ന് സങ്കല്പിക്കുക നിങ്ങൾ. അതിൻ്റെ അകത്ത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞേക്കുവാണ് ബിസിനസ്സുകാരനോട്, താങ്കൾ ആ മെഷീനറി വാങ്ങിക്കോ, 20 ലക്ഷം രൂപ ഞങ്ങൾ അല്ലെങ്കിൽ ആ മെഷീനറിയുടെ 20% എന്ത് തന്നേക്കാം, ഞങ്ങൾ സബ്സിഡി തന്നേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്ര രൂപ മാത്രമേ ഉള്ളൂ, 80 ലക്ഷം രൂപയേ ഉള്ളൂ. കാരണം ഇത് ആര് നൽകിയേക്കുന്നതാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകിയേക്കുന്നതാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 80 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. ആ 80 ലക്ഷം രൂപ
മാത്രം ആര് കൊടുത്താൽ മതി? നമ്മുടെ ബിസിനസ്സുകാരൻ സപ്ലയർക്ക് കൊടുത്താൽ മതി. ആ 80 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാകുന്ന ആ മെഷീനറിയുടെ വില 80 ലക്ഷം രൂപയായിട്ട് കണക്കാക്കുകയും ആ 80 ലക്ഷം രൂപയ്ക്കുള്ള ടാക്സ് എമൗണ്ടും ആർക്ക് പേ ചെയ്താൽ മതി? നമ്മുടെ ബിസിനസ്സുകാരൻ ആ മെഷീനറി സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്ക് പേ ചെയ്താൽ മതി. ഇതാണ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്ന സബ്സിഡിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് പാർട്ടിയാണ് ഈ രീതിയിലുള്ള സബ്സിഡി നൽകുന്നതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ 1 കോടി രൂപ വിലയുള്ള ഒരു മെഷീനറി വാങ്ങാൻ പോയി എന്ന് കരുതുക. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിക്കാരൻ പറഞ്ഞു മെഷീനറിയുടെ വില 1 കോടി രൂപയാണ്, പക്ഷേ താങ്കളായതുകൊണ്ട് ഞങ്ങൾ എന്ത് തരാം? 20% സബ്സിഡി തരാം. താങ്കൾ 80 ലക്ഷം രൂപ ആ പ്രൊഡക്റ്റിന് തന്നാൽ മതി. അത് ആര് തന്നേക്കുന്നതാണ്? ഒരു പ്രൈവറ്റ് കമ്പനി തന്നേക്കുന്നതാണ് അല്ലേ? അപ്പോൾ പക്ഷേ 80 ലക്ഷം ഞാൻ ആ മെഷീനറിയുടെ വിലയായിട്ട് കൊടുത്താൽ മതി. പക്ഷേ ടാക്സ് എമൗണ്ട് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ടാക്സ് എമൗണ്ട് ആയിട്ട് ഞാൻ പേ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഗുഡ്സിൻ്റെ വില എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. ആ 1 കോടി രൂപയ്ക്ക് ഉണ്ടാകുന്ന ടാക്സ് എമൗണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലേക്ക് ആ സപ്ലയർക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുമ്പോൾ അതിന് സബ്സിഡി നൽകുന്നത് പ്രൈവറ്റ് പാർട്ടീസ് ആണെങ്കിൽ, ഗവൺമെൻറ് ഒഴിച്ചുള്ള ഏത് പാർട്ടീസ് ആണെങ്കിലും ആ സബ്സിഡി എമൗണ്ട് ആ പ്രൊഡക്റ്റിൻ്റെയും ഗുഡ്സിൻ്റെയും ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യും. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഈ പ്രൈവറ്റ് കമ്പനി എനിക്ക് വിൽക്കാൻ പോകുന്ന ഗുഡ്സിൻ്റെ വില എന്ന് പറയുന്നത് 1 കോടി രൂപയാണ് അല്ലേ? പക്ഷേ അവർ 20% എനിക്ക് സബ്സിഡി തന്നു, അതായത് 20 ലക്ഷം രൂപ കുറച്ച് തന്നാൽ മതി. അപ്പോൾ ഞാൻ ഇവർക്ക് പേ ചെയ്യേണ്ട കാശ് എത്രയാണ്? 80 ലക്ഷം രൂപ പേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ നടന്നേക്കുന്നത് എത്ര രൂപയ്ക്കാണ്? ഈ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ നടന്നത് 80 ലക്ഷം രൂപയ്ക്കാണ്. കാരണം സപ്ലയറുടെ കയ്യിൽ നിന്ന് ഈ ഗുഡ്സ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 80 ലക്ഷം രൂപയ്ക്കാണ് കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് പാർട്ടി തന്നേക്കുന്ന സബ്സിഡിയാണ്. പക്ഷേ ഗുഡ്സിൻ്റെ വില ഗവൺമെൻറ് റെക്കോർഡിൽ എത്ര രൂപയായിരിക്കും? 1 കോടി രൂപയായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് പറയും 1 കോടിയുടെ പ്രൊഡക്റ്റിൽ ഈ കസ്റ്റമറിനൊക്കെ ഇയാൾ കൊടുത്തേക്കുന്നത്, ഈ ബിസിനസ്സുകാരന് വിട്ടേക്കുന്നത് മസ്റ്റായിട്ടും 1 കോടി രൂപയുടെ ടാക്സ് എമൗണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തോളാൻ പറയും. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ 80 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ വാല്യൂ നടന്നിട്ടുള്ളൂ എങ്കിലും 1 കോടി രൂപയുടെ ടാക്സ് ആയിട്ട് ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് എടുക്കും. അതായത് പ്രൈവറ്റ് പാർട്ടീസ് കൊടുത്തിരിക്കുന്ന ഈ 20 ലക്ഷം രൂപ സബ്സിഡി എമൗണ്ടും എന്ത് ചെയ്യും? ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടും. ബിസിനസ്സുകാരന് 80 ലക്ഷം രൂപയ്ക്കായിരിക്കാം ഈ മെഷീനറി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ പ്രൈവറ്റ് കമ്പനി നൽകിയിരിക്കുന്ന സബ്സിഡി ആയതുകൊണ്ട് പ്രൈവറ്റ് കമ്പനി നൽകിയിരിക്കുന്ന സബ്സിഡി എമൗണ്ട് 20 ലക്ഷം രൂപയാണ്. അതോടെ കൂട്ടി 1 കോടി രൂപയായിരിക്കും ഈ മെഷീനറിയുടെ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള മൊത്തത്തിൽ ചുരുക്കം ഗവൺമെൻറ് നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സബ്സിഡി, ഏതെങ്കിലും തരത്തിൽ കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു റെസിപ്പിയൻറ്റിന് ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസോ വാങ്ങുമ്പോൾ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിലുള്ള ആ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിലയിൽ നിന്ന് ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സിഡി എമൗണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ, അത് സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, അത് കുറച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും ആ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് പാർട്ടീസാണ് സപ്ലയർക്ക് ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ സബ്സിഡീസ് നൽകുന്നതെങ്കിൽ ആ സബ്സിഡി എമൗണ്ട് എന്ത് ചെയ്യും? ഈ പ്രൈവറ്റ് പാർട്ടി പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയോടൊപ്പം ആഡ് ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ആയിരിക്കും ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 കോടി രൂപ വിലയുള്ള പ്രൊഡക്റ്റ് മെഷീനറി ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അതിന് ഗവൺമെൻറ് ഒരു 20 ലക്ഷം സബ്സിഡി നൽകിയാൽ അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 80 ലക്ഷം രൂപ തന്നെയായിരിക്കും. പ്രൈവറ്റ് പാർട്ടിയാണ് ഒരു 20 ലക്ഷം സബ്സിഡി നൽകുന്നതെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1 കോടി രൂപയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 80 ലക്ഷം രൂപയ്ക്ക് ഗവൺമെൻറ് നൽകുന്ന സബ്സിഡിയുടെ കാര്യത്തിലാണ് ഈ മെഷീനറി ഞാൻ ഗവൺമെൻറ് നൽകുന്ന സബ്സിഡി എമൗണ്ടിലാണ് ഞാൻ മെഷീനറി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 80 ലക്ഷം രൂപയ്ക്ക് ഗവൺമെൻറ്റിലേക്ക് ഞാൻ ടാക്സ് അടച്ചാൽ മതി. എന്നാൽ പ്രൈവറ്റ് പാർട്ടി നൽകുന്ന സബ്സിഡി എമൗണ്ടിനാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഗുഡ്സിൻ്റെ വിലയെ 1 കോടി രൂപയ്ക്ക് തന്നെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അന്നേരം ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ വില പ്ലസ് പ്രൈവറ്റ് പാർട്ടീസ് നൽകിയിരിക്കുന്ന സബ്സിഡി എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് പാർട്ടീസ് നൽകുന്ന സബ്സിഡി എമൗണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓർ ലേറ്റ് ഫീ ഓർ പെനാൽറ്റി. അതായത് ഒരു സപ്ലയർ ഒരു ഗുഡ്സ് ഒരു കസ്റ്റമറിന് വിറ്റു, അവന് ഇൻവോയ്സും ഇഷ്യൂ ചെയ്ത് കൊടുത്തു. പക്ഷേ അവൻ ഗുഡ്സിൻ്റെ വിലയും തന്നില്ല, ടാക്സ് എമൗണ്ടും തന്നില്ല. അപ്പോൾ അവൻ ഈ ലേറ്റ് ആക്കുന്നതിന് മസ്റ്റായിട്ടും സപ്ലയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേറ്റ് ഫീയും അല്ലെങ്കിൽ പെനാൽറ്റിയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ടോ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് അതുപോലെ തന്നെ ഈ രീതിയിൽ കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്, ലേറ്റ് ഫീ, പെനാൽറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
ഈ കസ്റ്റമർ വിട്ടിരിക്കുന്ന ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അതിനും എന്ത് ചെയ്യണം, ആ റെസിപ്പിയൻ്റ് ആ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെക്കുന്ന കസ്റ്റമർ അതിനോട് ചേർത്ത് വേണം എന്ത് ചെയ്യാൻ, ടാക്സ് എമൗണ്ട് പേ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ള ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന കരുതുക. 10 രൂപ ടാക്സ് എമൗണ്ടായി. മൊത്തം ഞാൻ അയാൾക്ക് എത്ര കൊടുക്കണമായിരുന്നു, 110 രൂപ കൊടുത്താൽ മതി. ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. പക്ഷേ ഞാൻ ഒരു കൊല്ലമായിട്ട് ഇദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ സപ്ലയർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ ഇൻട്രസ്റ്റ് ആയിട്ടങ്ങ് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഗുഡ്സിൻ്റെ വില എത്രയായി മാറി, നേരത്തെ സമയത്തങ്ങ് കൊടുക്കുകയായിരുന്നെങ്കിൽ 100 രൂപ ഗുഡ്സിൻ്റെ വിലയും 10 രൂപ ടാക്സ് എമൗണ്ട് അടക്കം 110 രൂപ കൊടുത്താൽ മതിയായിരുന്നു അല്ലേ. പക്ഷേ ഇനി ഞാൻ പേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കസ്റ്റമറായി ഞാൻ പേ ചെയ്യുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പേ ചെയ്യുന്നതെങ്കിൽ 110 രൂപ മൊത്തം ട്രാൻസാക്ഷൻ വാല്യൂ ഉണ്ടാകും. കാരണം 100 രൂപ പ്രൊഡക്റ്റിൻ്റെ വില, 10 രൂപ ഇൻട്രസ്റ്റ് എമൗണ്ട്, അതിന് ചേർത്തുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള GST എമൗണ്ട് സഹിതം വേണം ഈ കസ്റ്റമർ എന്ത് ചെയ്യാൻ, ഈ സപ്ലയർക്ക് കാശ് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റ് എമൗണ്ടും ലേറ്റ് ഫീയും പെനാൽറ്റി എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസാക്ഷൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ട്രാൻസാക്ഷൻ വാല്യൂൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടത്. അതായത് പ്രൈസ് സോൾ കൺസിഡറേഷനായിട്ട് നിലനിർത്തിക്കൊണ്ട് അൺറിലേറ്റഡ് പാർട്ടീസ് തമ്മിലുള്ള ഗുഡ്സിൻ്റെ സർവീസിൻ്റെ സപ്ലൈ ആണെങ്കിൽ ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ട്രാൻസാക്ഷൻ വാല്യൂൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാക്സസ് അതർ ദാൻ GST. അതൊക്കെ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന വിലയോടൊപ്പം തന്നെ എന്താണ്, വേറെ ഏതെങ്കിലും ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയ്ക്ക് പുറമെ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിന് അതിൻ്റെ വാല്യൂവിന് പുറമെ ടാക്സസ് അതർ ദാൻ GST, ആ ഗുഡ്സിനോ സർവീസിനോ വേറെ ഏതെങ്കിലും രീതിയിൽ GSTക്ക് പുറമെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ടാക്സുകൾ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ആഡ് ചെയ്തിട്ടുണ്ടാകണം. തേർഡ് പാർട്ടി പേയ്മെൻറ്റ്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലയർ ലയബിലിറ്റി അത് സ്വീകരിക്കുന്ന റെസിപ്പിൻ്റെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ആ സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഇൻവോയ്സിൻ്റെ ഉള്ളിൽ മസ്റ്റായിട്ടും GST കളക്ട് ചെയ്യാൻ വേണ്ടി കൃത്യമായി GST ആ സപ്ലയർ കൊടുക്കുന്ന ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി മസ്റ്റായിട്ടും ഈ നമ്മുടെ റെസിപ്പിയൻ്റ് സപ്ലയറുടെ ലൈബിലിറ്റി റെസിപ്പിയൻ്റാണ് ഈ സന്ദർഭത്തിൽ പേ ചെയ്തിരിക്കുന്നത്. ആ റെസിപ്പിയൻ്റ് പേ ചെയ്തിരിക്കുന്ന എമൗണ്ടും കൂടി കൂട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയായ രീതിയിൽ ട്രാൻസാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ ശരിയായ രീതിയിൽ ആ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. തേർഡ് പാർട്ടി പേയ്മെൻറ്റും അപ്പം മസ്റ്റായിട്ടും കൂട്ടണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻസിഡൻ്റൽ എക്സ്പെൻസ്. ഓക്കെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസോ നമ്മുടെ സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മുടെ റെസിപ്പിയൻ്റെ കൈകളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനുണ്ടാകുന്ന ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ആയ പാക്കിങ്, കമ്മീഷൻ, ഡെലിവറി ചാർജസ് മുതലായി സപ്ലയർക്ക് ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളും എന്ത് ചെയ്യാൻ പറ്റും, മസ്റ്റായിട്ടും ആ ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മാത്രം എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം ഈ രീതിയിൽ ഇൻസിഡൻ്റൽ എക്സ്പെൻസും കൂടി കൂട്ടുന്നതാണ് ആ ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ആ ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിലായിരിക്കും എന്ത് കളക്ട് ചെയ്യുന്നത്, നമ്മൾ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് GST എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. ഇനി ഗവൺമെൻറ് നൽകുന്ന സബ്സിഡി എമൗണ്ട് ഒഴിച്ച് ഒരു ഗുഡ്സോ പ്രൊഡക്റ്റോ വാങ്ങുവാൻ വേണ്ടി റെസിപ്പിയന് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഗവൺമെൻറ് നൽകുന്ന സബ്സിഡി എമൗണ്ട് ഒഴിച്ച് പ്രൈവറ്റ് പാർട്ടീസ് നൽകുന്ന എല്ലാ സബ്സിഡി എമൗണ്ടും ആ ഗുഡ്സിൻ്റെയും ആ റെസിപ്പിയൻ്റ് വാങ്ങുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിലയോടൊപ്പം ആഡ് ചെയ്യുന്നു. അതിനുശേഷമാണ് ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയോടൊപ്പം പ്രൈവറ്റ് പാർട്ടീസ് നൽകുന്ന സബ്സിഡി എമൗണ്ടോടെ ആഡ് ചെയ്തതിന് ശേഷമാണ് ആ ടോട്ടൽ എമൗണ്ടിനായിരിക്കും എന്ത് ചെയ്യുന്നത്, റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് GST കളക്ട് ചെയ്യുന്നത്. ഇനി ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ പെനാൽറ്റിയോ, അതായത് നമ്മുടെ സപ്ലയർ ഇൻവോയ്സൊക്കെ ഇഷ്യൂ ചെയ്തു റെസിപ്പിയന്, അതിൻ്റെ അകത്ത് GST ഇൻവോയ്സൊക്കെ ഇഷ്യൂ ചെയ്തു. പക്ഷേ നമ്മുടെ സപ്ലയർ എന്താണ്, ഇൻവോയ്സും അതുപോലെ തന്നെ ഗുഡ്സും നമ്മുടെ റെസിപ്പിന് എത്തിച്ചു കൊടുത്തു. പക്ഷേ കൃത്യമായ സമയത്ത് നമ്മുടെ റെസിപ്പിയൻ്റ് ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ അയാളുടെ ഗുഡ്സിൻ്റെ വിലയും അല്ലെങ്കിൽ സർവീസിൻ്റെ വിലയും നമ്മുടെ സപ്ലയർ ഡെലിവറി ചെയ്ത് കൊടുത്തിരിക്കുന്ന സർവീസിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ വിലയോ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ സപ്ലയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റെസിപ്പിയൻ്റ് തരാനുള്ള പൈസയുടെ മേലെ ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ പെനാൽറ്റിയോ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള എമൗണ്ടും കൂടി കൂട്ടുന്നതാണ് ആ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. അതിന് മുകളിലാണ് എന്ത് കളക്ട് ചെയ്യുന്നത്, ആ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ മുകളിലാണ് ടാക്സ് എമൗണ്ട് സപ്ലയർ GSTയുടെ കയ്യിൽ നിന്ന് റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഓക്കെ,
ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് കുറയ്ക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ആണ് കുറച്ച് കളയേണ്ടത്. നിങ്ങൾക്കറിയാം എന്തൊക്കെ തരത്തിലുള്ള ഡിസ്കൗണ്ട് ആണ് ഉള്ളതെന്ന്. അപ്പോൾ പ്രധാനമായിട്ടും ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഡിസ്കൗണ്ട്സ് ഉണ്ടെങ്കിൽ സപ്ലയർ ഗുഡ്സോ സർവീസോ റിസീപ്പിന് കൊടുക്കുക അല്ലെങ്കിൽ കസ്റ്റമറിന് വിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡിസ്കൗണ്ടുകളാണ് കൊടുക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഗുഡ്സോ സർവീസോ വാങ്ങുന്ന റെസിപ്പിയൻറ്റ് തരാനുള്ള പൈസയിൽ നിന്നും തീർച്ചയായിട്ടും കുറയ്ക്കാം. അതിനുശേഷമുള്ള റെവന്യൂ ബാലൻസിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി, ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കടയിൽ ചെന്നിട്ട് 10,000 രൂപ ഞാനൊരു കസ്റ്റമറാണ്. ഞാൻ ഒരു കടയിൽ ചെന്നിട്ട് ഒരു 10,000 രൂപ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങിയെന്ന് കരുതുക. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡിസ്കൗണ്ട് എമൗണ്ട് ആണ് എങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ എനിക്ക് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഈ മൊബൈൽ കച്ചവടക്കാരൻ എനിക്ക് 1000 രൂപ ഡിസ്കൗണ്ട് തന്നു. ഇപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ വില എന്തായി മാറി? 9,000 രൂപയായി മാറി. ആ 9,000 രൂപയും ആ 9,000 രൂപ എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ടാക്സ് എമൗണ്ട് എത്രയോ അതും ഞാൻ അടക്കം എന്ത് ചെയ്താൽ മതി? ആ മൊബൈൽ കച്ചവടക്കാരന് പേ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ. ഡിസ്കൗണ്ട് ഈസ് ഗീവൺ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ബിഫോർ ദ സപ്ലൈ. അതായത് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആ ഗുഡ്സോ സർവീസോ കൊടുക്കുന്ന സമയത്തോ അതിന് മുമ്പോ ഇത് വാങ്ങുന്ന റിസീപ്പിന് അറിയാം ഡിസ്കൗണ്ട് ഉള്ള പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ സപ്ലയർ നൽകുന്ന ഇൻവോയ്സിൽ അതിൻ്റെ വിലയോടൊപ്പം തന്നെ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ട്രാൻസാക്ഷൻ വാല്യൂ എത്രയോ അതിൽ നിന്ന് കുറയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് സന്ദർഭം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റിസീപ്പിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ മസ്റ്റായിട്ട് പറയാം ഡിസ്കൗണ്ട് കിട്ടുമെന്ന്. അതുപോലെ തന്നെ സപ്ലയർ കൊടുക്കുന്ന ഇൻവോയ്സിൽ മസ്റ്റായിട്ട് എന്തുണ്ടാകണം? ആ ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയെന്ന് ഡിസ്കൗണ്ട് എമൗണ്ട് എത്ര ശതമാനമാണ് കുറയ്ക്കുന്നതെന്ന് ഷോ ചെയ്തിട്ടുണ്ടാകണം. ഈ രണ്ട് കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് മസ്റ്റായിട്ടും ഡിസ്കൗണ്ട് എന്നുള്ളത് കുറയ്ക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള പ്രൊഡക്റ്റിൻ്റെ വിലയോ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിലയോടൊപ്പം തന്നെ വിലയിലായിരിക്കും എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? GST എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കസ്റ്റമറാണ്. ഞാൻ ഒരു മൊബൈൽ കച്ചവടക്കാരൻ്റെ അടുത്തെത്തി Oppo A20 എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോണാണ് ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചത്. ഓക്കെ, അതിന് 20% ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ഒന്നെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ എനിക്കറിയാം, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്കറിയാം. മൊബൈൽ കച്ചവടക്കാരൻ തരുന്ന ഇൻവോയ്സിൻ്റെ അകത്ത് Oppo എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് തരുന്നത്. 10,000 രൂപയാണ് ഈ പ്രോഡക്റ്റിൻ്റെ വില. 20% എന്തുണ്ട്? ഡിസ്കൗണ്ട് ഉണ്ട് എന്നും കൃത്യമായിട്ട് അറിയാം. അയാൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കി റിമൈനിങ് ബാലൻസ് എത്ര രൂപയുണ്ട്? 8,000 രൂപയായിരിക്കും. അയാളുടെ ആ പ്രോഡക്റ്റിൻ്റെ വില 10,000 രൂപയിൽ നിന്ന് 20% കുറച്ചിട്ടുള്ള ബാക്കി റിമൈനിങ് ബാലൻസ് ആയി 8,000 രൂപയാണ് ആ പ്രൊഡക്റ്റിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ. കസ്റ്റമറായി ഞാൻ ടാക്സ് പേ ചെയ്യേണ്ടത് ഏത് വാല്യൂയിലാണ്? ആ 8,000 രൂപയിലാണ് ടാക്സ് എമൗണ്ട് പേ ചെയ്യേണ്ടത്. ഓക്കെ, ആ 8,000 എത്ര രൂപയാണ് പ്രൊഡക്റ്റിന് പറഞ്ഞിരിക്കുന്ന ടാക്സ് റേറ്റ്? ആ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും അപ്ലൈ ചെയ്യുന്നത്? 8,000 രൂപയിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതായിരിക്കും ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. കസ്റ്റമറിന് ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴോ വാങ്ങുന്ന സമയത്തോ വാങ്ങുന്നതിന് മുമ്പോ ഡിസ്കൗണ്ട് അറിയാം. അതുകൂടാതെ തന്നെ ആ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സപ്ലയർ കൊടുക്കുന്ന ഇൻവോയ്സിലും ആ ഗുഡ്സിൻ്റെ വിലയിൽ നിന്നും അതിൻ്റെ സർവീസിൻ്റെ വിലയിൽ നിന്നും മസ്റ്റായിട്ടും ഡിസ്കൗണ്ടും കുറയ്ക്കുന്നതായിട്ട് ആ ഇൻവോയ്സിൽ ഷോ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കാൻ പറ്റും? ആ ഡിസ്കൗണ്ട് എമൗണ്ട് കുറയ്ക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ആഫ്റ്റർ ദ സപ്ലൈ ആണ്. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാം. ഈ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈയിൽ അല്ലെങ്കിൽ ബിഫോർ ദ ടൈം ഓഫ് സപ്ലൈയിൽ ഡിസ്കൗണ്ട് ഇസ് ഗീവൺ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓർ ബിഫോർ ദ സപ്ലൈ. ആ ഒരു സന്ദർഭത്തിൽ വേറൊരു സിറ്റുവേഷൻ കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആ സമയത്തോ അല്ല എങ്കിൽ അതിനു മുമ്പോ റിസിപ്പിയൻ്റ് അറിയാം. പക്ഷേ അത് ഇൻവോയ്സിൽ ഷോ ചെയ്യുന്നില്ല എങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ആ പ്രൊഡക്റ്റിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂൻ്റെ ഒപ്പം ആ ഡിസ്കൗണ്ട് എമൗണ്ട് കൂട്ടിയതിന് ശേഷമുള്ള എമൗണ്ടിലായിരിക്കും GST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം സിറ്റുവേഷൻ. ഞാൻ ഒരു മൊബൈൽ കടയിൽ ചെന്നു. ഞാൻ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റ് Oppo A20 ആണ്. ആ ഗുഡ്സിൻ്റെ വില
10,000 രൂപയാണെന്ന് എനിക്കറിയാം. പക്ഷേ 20% ഡിസ്കൗണ്ട് കിട്ടുമെന്ന് നേരത്തെയോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്തോ എനിക്കറിയാം. പക്ഷേ ഈ മൊബൈൽ ഫോൺ എനിക്ക് വിൽക്കുന്ന കച്ചവടക്കാരൻ അയാൾ എന്ത് ചെയ്യാണ്, അയാൾ എനിക്ക് തരുന്ന ഇൻവോയ്സിൽ അത് ഷോ ചെയ്യുന്നില്ല എങ്കിൽ മസ്റ്റായിട്ട് ഞാൻ പേയ്ഡ് ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, ഇൻവോയ്സിൽ ഷോ ചെയ്യുമായിരുന്നുവെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വില 10,000 രൂപ, അതിൽ നിന്ന് 20% കുറച്ച് ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസായി 8,000 രൂപയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ടാക്സ് എമൗണ്ട് പേ ചെയ്താൽ മതി. ഓക്കെ, 8,000 രൂപ ഇൻറ്റു GST ടാക്സ് റേറ്റ്, ഞാൻ എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചാൽ മതി. അതായിരിക്കും 8,000 രൂപ എന്ന് പറയുന്നതായിരിക്കും ട്രാൻസാക്ഷൻ വാല്യൂ. ഇയാൾ ഈ ഡിസ്കൗണ്ട് എമൗണ്ട് ഇൻവോയ്സിൽ ഷോ ചെയ്തായിരുന്നെങ്കിൽ, പക്ഷേ ഇയാൾ ഇൻവോയ്സിൽ അത് ഷോ ചെയ്തില്ലെങ്കിലോ, എനിക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്നൊക്കെ അറിയാം, പിന്നെന്താണ് അത് ചിലപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും എനിക്കറിയാവുന്നത്. പക്ഷേ കച്ചവടക്കാരൻ പറഞ്ഞാൽ ഡിസ്കൗണ്ടൊക്കെ തരാം, പക്ഷേ ഇൻവോയ്സിൽ ഞങ്ങൾ എന്താണ് പ്രോഡക്റ്റിൻ്റെ വില മാത്രമേ കാണിക്കുകയുള്ളൂ, കൃത്യമായ വില മാത്രമേ. ഇതിൽ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഈ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ എന്ത് കൂട്ടിയിട്ടുള്ളതാണ്, ഡിസ്കൗണ്ട് എമൗണ്ടോട് കൂട്ടിയിട്ടുള്ളതാണ് ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സപ്ലയർ ഇൻവോയ്സിൽ ഷോ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും ട്രാൻസാക്ഷൻ വാല്യൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്താൽ മതി, ചെയ്തുണ്ടാകണം. ഇൻവോയ്സിൽ ഷോ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ വിലയിൽ നിന്നും മസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് കുറച്ചിട്ടുള്ള റിമൈനിങ് ബാലൻസിന് ടാക്സ് എമൗണ്ട് അടച്ചാൽ മതി. എന്നാൽ നമ്മുടെ ക്യാഷ് ഡിസ്കൗണ്ട് ആയിക്കോട്ടെ, ട്രേഡ് ഡിസ്കൗണ്ട് ആയിക്കോട്ടെ, നമ്മുടെ സപ്ലയർ അയാൾ തരുന്ന ഇൻവോയ്സിൽ കുറച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും ആ ഡിസ്കൗണ്ട് നമ്മുടെ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. അത് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം തന്നെ, അതായത് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്ന കസ്റ്റമർ വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്ന വിലയുടെ കൂടെ തന്നെ ആ ഡിസ്കൗണ്ട് കൊടുത്തുള്ള എമൗണ്ടും കൂടി കൂട്ടിയതിന് ശേഷം മാത്രമേ അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് എമൗണ്ടും റിസീവറിൻ്റെ കയ്യിൽ നിന്ന് ആര് വാങ്ങിയിട്ടുണ്ടാകണം, സപ്ലയർ വാങ്ങിയിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ആഫ്റ്റർ ദി സപ്ലൈ ആണ്. ഇൻ ടേംസ് ഓഫ് ആഫ്റ്റർ ദി സപ്ലൈ എന്ന് പറയുന്നത് നോർമലി ഉണ്ടാകുന്നത് ഏത് തരത്തിലുള്ള ഹോൾസെയിൽ ഡീലർഷിപ്പ്, അതുപോലെ തന്നെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ, ഇവർ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സപ്ലൈ ഒക്കെ നടക്കുമ്പോഴാണ് ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിൽ ആഫ്റ്റർ ദി സപ്ലൈ ഉണ്ടാകുന്നത്. അതായത് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഡിസ്കൗണ്ട് വിൽ ബി ഗീവൺ ആഫ്റ്റർ ദി സപ്ലൈ. അതായത് ഡിസ്കൗണ്ട് ഒരു സപ്ലയർ കസ്റ്റമറിന് കൊടുക്കുന്നു, അത് ഏത് സന്ദർഭത്തിലാണ്, ഗുഡ്സും കൊടുത്തു, അയാളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി, അതിനുശേഷമാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കാര്യം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നോർമലി സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്കൗണ്ട് ഗീവൺ ആഫ്റ്റർ ദി സപ്ലൈ ഉപയോഗിക്കുന്നത് ഹോൾസെയിലർ ഒരു റീറ്റെയിലർ ഡീലർഷിപ്പുകളാണ് സാധാരണ രീതിയിൽ ഈ ഡിസ്കൗണ്ട് ഈസ് ഗീവൺ ആഫ്റ്റർ ദി സപ്ലൈ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഏത് തരത്തിലുള്ള ഹോൾസെയിലർ സപ്ലയർ റീറ്റെയിലർ ആയിട്ടുള്ള റെസിപ്പിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഓഫറുകളാണ് ആഫ്റ്റർ ദി സപ്ലൈ എന്ന് പറയുന്നത്. അതായത് ഹോൾസെയിലർ ആയിട്ടുള്ള ആൾ ഗുഡ്സ് റീറ്റെയിലർക്ക് കൊടുത്തു, അയാളത് വാങ്ങി, അതിനെന്താണ് കാശും കൊടുത്തു, ടാക്സും അടച്ചു, അതിനുശേഷം കൊടുക്കുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് ആണ് പ്രധാനമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് വലിയൊരു ടൈം തന്നെയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു ഹോൾസെയിലർ ബിസിനസ്സുകാരനാണ്. രാമു എന്ന് പറയുന്നത് എൻ്റെ ഒരു കസ്റ്റമറാണ്, ഒരു റീറ്റെയിലറാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും മൊബൈൽ ഫോൺ കച്ചവടക്കാരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വലിയൊരു ഹോൾസെയിൽ മൊബൈൽ ബിസിനസ്സുകാരനാണ്. ഞാൻ രാമു എന്ന് പറയുന്ന റീറ്റെയിലർക്ക് ഒരു 100 മൊബൈൽ ഫോൺ കൊടുത്തെന്ന് പറയുക, അല്ലെങ്കിൽ 100 മൊബൈൽ ഫോൺ വിറ്റു രാമു എന്ന് പറയുന്ന കസ്റ്റമർക്ക്. അപ്പോൾ ആ 100 മൊബൈൽ ഫോൺ വിറ്റപ്പോൾ ഞാൻ 100 മൊബൈൽ ഫോൺ അവൻ്റെ കടയിൽ എത്തിച്ചു കൊടുത്തു. കൂടാതെ തന്നെ അതിനെന്താണ് രാമു എനിക്ക് ആ വാങ്ങിയേക്കുന്ന മൊബൈലിൻ്റെ വിലയും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ടാക്സ് എമൗണ്ടും എനിക്ക് തന്നു. അപ്പോൾ അവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി അല്ലേ? കാരണം എന്താണ്, എൻ്റെ കടയിൽ നിന്ന് പ്രൊഡക്റ്റ് രാമുവിൻ്റെ കയ്യിൽ എത്തിയിട്ടുമുണ്ട്, അവൻ എന്ത് തന്നിട്ടുണ്ട്, എനിക്ക് കാശ് ഫുള്ളായിട്ട് തന്നിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഞാൻ പറയുകയാണ്, ഇവനോട് ഡിസ്കൗണ്ട് പറയുകയാണ് രാമുവിനോട്, രാമു ഈ 100 പ്രോഡക്റ്റും ഞാൻ പറഞ്ഞിരിക്കുന്ന വിലയ്ക്ക് നീ വിറ്റ് കഴിഞ്ഞാൽ ഓരോ നീ ഈ 100 മൊബൈൽ ഫോണും ഞാൻ പറഞ്ഞിരിക്കുന്ന വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഓരോ മൊബൈൽ ഫോണിനും 10% ഡിസ്കൗണ്ട് തന്നേക്കാം. ഓക്കെ, ആ രീതിയിലുള്ള ഡിസ്കൗണ്ടിനെ വിളിക്കുന്നതാണ് ഡിസ്കൗണ്ട് ഈസ് ഗീവൺ ആഫ്റ്റർ ദി സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അത് സാധാരണ ഡീലർഷിപ്പുകളാണ് ഉണ്ടാകുന്നത്. ഹോൾസെയിലർ ഈ രീതിയിൽ നൽകുന്ന ഡിസ്കൗണ്ടിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമെന്ന് പറയുന്നത്.
മസ്റ്റായിട്ട് എന്തുണ്ടായിരിക്കണം, ഈ സപ്ലൈയിൽ പ്രധാനമായിട്ടുള്ള 3 ടേംസ് ആണ്. 3 കാര്യങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് നടത്തുന്നുള്ളൂ. നമ്മൾ ഡിസ്കൗണ്ട് ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യണമോ ആഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഡിസ്കൗണ്ട് ഇസ് ഗിവൺ ആഫ്റ്റർ സപ്ലൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് സപ്ലൈ നടന്നതിന് ശേഷം, അതായത് നമ്മൾ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് കൊടുത്തു, അതിനുശേഷം എന്താണ് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ടാക്സ് എമൗണ്ട് ആ പ്രോഡക്റ്റിൻ്റെ വിലയും കളക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് സപ്ലയർ റെസിപ്പിയന്റിന് ഡിസ്കൗണ്ട് എമൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് മസ്റ്റായിട്ട് എന്തുണ്ടായിരിക്കണം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഇസ് ഗിവൺ ആഫ്റ്റർ ദ സപ്ലൈ ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് എൻഡഡ് അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. അതായത് ഈ ഗുഡ്സോ സർവീസോ വിൽക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ സപ്ലയർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെയും ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, സപ്ലയർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെയും ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് എന്തുണ്ടാകും, സപ്ലയർ നൽകിയിരിക്കുന്ന ഈ കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നീ പൈസയൊക്കെ തന്നതിന് ശേഷം നീ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് എന്താണ്, നീ തന്നിരിക്കുന്ന പൈസയിൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് തന്നേക്കാമെന്നുള്ളൊരു എഗ്രിമെൻറ്റ് മസ്റ്റായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ലിങ്ക്ഡ് ടു ബി ഇൻവോയ്സസ്. ഓക്കെ, ചിലപ്പോൾ ഞാൻ ഇവന് പ്രൊഡക്റ്റ് അതായത് നമ്മൾ ചിലപ്പോൾ ഓരോ സപ്ലൈയും, അതായത് നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഹോൾസെയിലറായ ഞാൻ രാമു എന്ന് പറയുന്ന പാർട്ടിക്ക് 100 മൊബൈൽ ഫോൺ കൊടുത്തു. ഓക്കെ, ഈ 100 മൊബൈൽ ഫോൺ ഒരുമിച്ചല്ല കൊടുത്തേക്കണമെന്ന് കരുതുക. ചിലപ്പോൾ ഒരു 50 പീസ് ഏറ്റവും കൊടുത്തു, ബാക്കിയുള്ള 25 പീസ് രണ്ടാമത് കൊടുത്തു, ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് 25 എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് കൊടുത്തു. ഇങ്ങനെ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പ്രാവശ്യമായിട്ടാണെങ്കിൽ സപ്ലൈ നടന്നിരിക്കുന്ന ഒന്നിലധികം പ്രാവശ്യമാണ്. അപ്പോൾ ഓരോരോ ഡേറ്റിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത്ര പൈസ തന്നെ, ഇത്ര രൂപ പൈസ തന്നെ, ഇത്ര രൂപ പൈസ തന്നെ എന്ന് പറഞ്ഞ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള സപ്ലൈ വഴിയുള്ള 3 ഇൻവോയ്സിലും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം എനിക്ക് ഇവൻ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെയും അനുസരിച്ച് ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്ത് കണ്ടീഷൻസൊക്കെ ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കാമെന്നൊരു എഗ്രിമെൻ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻവോയ്സും എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ 3 സപ്ലൈ വഴിയാണ് ഇവനെ ഞാൻ 100 പ്രോഡക്റ്റ് വിറ്റേക്കുന്നത്. ഈ 3 ഇൻവോയ്സുകളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ITC റിവേഴ്സ്ഡ് ബൈ ദ റെസിപ്പിയൻറ്റ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹോൾസെയിൽ ഡീലറാണ്. 100 മൊബൈൽ ഫോൺ രാമു എന്ന് പറയുന്ന ഒരു റീറ്റെയിലർക്ക് വിറ്റു. അയാൾ എനിക്ക് ടാക്സ് എമൗണ്ട് പ്രോഡക്റ്റിൻ്റെ വിലയും തന്നു. അതിനുശേഷമാണ് ഞാൻ അയാൾക്ക് ഡിസ്കൗണ്ട് വെച്ചത്. നീ 100 പ്രോഡക്റ്റ് ഞാൻ പറയുന്ന വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് തന്നേക്കാം. ഓക്കെ, ഈ 3 പ്രോഡക്റ്റുകളും വിറ്റത് 3 ഘട്ടമായിട്ടാണ് ഇദ്ദേഹത്തിന് ഞാൻ വിറ്റേക്കുന്നത്. 3 ഇൻവോയ്സിലായിട്ടാണ് വിറ്റേക്കുന്നത്. മസ്റ്റായിട്ട് 3 ഇൻവോയ്സിനുള്ള പൈസ, 3 ഇൻവോയ്സും വഴി വിറ്റിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പൈസയും ടാക്സ് എമൗണ്ടും ആര് തന്നിട്ടുണ്ടാകും, മസ്റ്റായിട്ടും നമ്മുടെ രാമു എന്ന് പറയുന്ന റീറ്റെയിലർ തന്നിട്ടുണ്ടാകും. ഉറപ്പാണല്ലോ. ആ റീറ്റെയിലർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇനി റീറ്റെയിലറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. റീറ്റെയിലർ ഇങ്ങനെ എന്താണ്, സപ്ലയറായ എനിക്ക് പ്രോഡക്റ്റിൻ്റെ വിലയും ടാക്സ് എമൗണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, ഇയാൾ പർച്ചേസ് വഴി അടച്ചു വെച്ചേക്കുകയാണ് ടാക്സ് എമൗണ്ട് എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുകയാണ്. ഇയാൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഈ രാമു എന്ന് പറയുന്ന റീറ്റെയിലർ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഇയാൾ ഈ സെയിം പ്രോഡക്റ്റ് കസ്റ്റമറിന് വിൽക്കുന്നത് വഴി കളക്ട് ചെയ്യുന്ന ടാക്സുമായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാകും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈ റീറ്റെയിലർ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഞാൻ ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഡിസ്കൗണ്ട് എമൗണ്ട് ഇയാളുടെ ടോട്ടൽ വാല്യൂ, ഇയാൾക്ക് വിറ്റിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ വിലയിൽ നിന്നും കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഇയാൾ ക്ലെയിം ചെയ്തിരിക്കുന്ന ഈ ടാക്സ് എമൗണ്ട് തീർച്ചയായിട്ടും കുറയുമല്ലോ. ആ ടാക്സ് എമൗണ്ട് എനിക്ക് തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്ത് തന്നേക്കാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റും ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ പ്രോഡക്റ്റിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് ഈ രീതിയിൽ നൽകുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. ഈ 3 രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്നുള്ള ഡിസ്കൗണ്ട് കുറയ്ക്കാൻ സാധിക്കുകയില്ല. പ്രോഡക്റ്റിൻ്റെ ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ഇസ് ഗീവൺ ആഫ്റ്റർ ദി സപ്ലൈ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 ടേംസും പൂർത്തീകരിച്ചിട്ടുണ്ടാകണം. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡിസ്കൗണ്ട് നമ്മുടെ സപ്ലയർ ഒരു റെസിപ്പിയൻറ്റ് നൽകുകയാണ്. നീ പ്രോഡക്റ്റൊക്കെ വിറ്റതിന് ശേഷം, സപ്ലൈ മൊത്തം നടന്നതിന് ശേഷം റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് ആ സപ്ലൈയുടെ കാശും
ടാക്സ് എമൗണ്ട് വാങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് സപ്ലയർ ഇങ്ങനെ ഒരു ഓഫർ ഡിസ്കൗണ്ട് ഓഫർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്നും ആ ഡിസ്കൗണ്ട് എമൗണ്ട് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ്? ഇൻ ടേംസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഈസ് എൻഡഡ് അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. ഇൻ ടേം ഓഫ് ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഇസ് എൻഡഡ് അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. അതായത് ഗുഡ്സോ സർവീസോ സെയിലിൻ ഈ രീതിയിൽ ഗുഡ്സോ ഇങ്ങനെ ഈ രീതിയിൽ ഒരു ഡിസ്കൗണ്ട് നൽകാൻ സപ്ലയർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള ഡിസ്കൗണ്ട് നൽകാൻ നമ്മുടെ സപ്ലയർ ആഗ്രഹിക്കുന്നുവെങ്കിൽ റെസിപ്പിയൻറ്റിന് ഈ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അയാളുമായിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷൻസ് നീ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ രീതിയിലുള്ള ഡിസ്കൗണ്ട് നൽകാമെന്നുള്ള ഒരു കണ്ടീഷൻ, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ക്യാൻ ബി ലിങ്ക്ഡ് ടു ഇൻവോയ്സസ്. അതായത് ചിലപ്പോൾ ഈ രീതിയിൽ ഡിസ്കൗണ്ടൊക്കെ നൽകുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഈ രീതിയിലൊക്കെ ഡിസ്കൗണ്ട് നൽകുന്ന സപ്ലയറും അതുപോലെ തന്നെ റെസിപ്പിയൻറ്റും തമ്മിൽ സെയിൽസ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ സപ്ലൈ നടന്നിരിക്കുന്നത് ഒന്നിലധികം കാലഘട്ടം ഇടവിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ 1, 2, 3 സെയിൽ വഴിയൊക്കെ ആയിരിക്കും എന്ത് നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സപ്ലൈ നടന്നിട്ടുണ്ടാകുന്ന 1, 2, 3, 4 കാലഘട്ടം ഇടവിട്ടായിരിക്കും. ഗുഡ്സിൻ്റെ ആയാലും ശരി, സർവീസിൻ്റെ ആണെങ്കിലും ശരി. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും സപ്ലയർ റെസിപ്പിയൻറ്റ്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് വഴിയായിരിക്കാം എന്ത് കളക്ട് ചെയ്യുന്നത്? ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടാകുന്നത്, അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ പൈസയും വാങ്ങിയിട്ടുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ ഈ രീതിയിലുള്ള ഡിസ്കൗണ്ട് സപ്ലയർ റിസീപ്പിന് കൊടുക്കാമെന്ന് കരുതുക. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന രീതിയിൽ ഡിസ്കൗണ്ട് നമ്മുടെ ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ ഈ സപ്ലയർ ഈ വഴി നൽകിയിരിക്കുന്ന എല്ലാ ഗുഡ്സിൻ്റെയും ഈ വഴിയിൽ നൽകിയിരിക്കുന്ന സപ്ലൈയുടെ എല്ലാ ഇൻവോയ്സുകളും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം? പരസ്പരം ലിങ്ക് ചെയ്യാൻ പറ്റണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ഐറ്റീസ് റിവേഴ്സ്ഡ് ബൈ ദ റെസിപ്പിയൻറ്റ്. അതായത് ഞാൻ പറഞ്ഞു ഇത് സപ്ലൈ നടന്നതിന് ശേഷമാണ് സപ്ലയർ ഈ രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? അതായത് നമ്മുടെ സപ്ലയർ ഗുഡ്സ് കസ്റ്റമറിന് വിറ്റു, കസ്റ്റമർ ടാക്സ് എമൗണ്ട് ഫുള്ളും തന്നു. ഓക്കെ, ഇനി ഈ കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് നോക്കുക. കസ്റ്റമർ ഈ രീതിയിൽ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് മസ്റ്റായിട്ടും അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും കസ്റ്റമറിന് വിൽക്കുന്ന സന്ദർഭത്തിൽ അയാൾ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ആ കസ്റ്റമർ എന്ത് ചെയ്യും? ഈ പ്രോഡക്റ്റിന് ITC ക്ലെയിം ചെയ്തിട്ടുണ്ടാകും, ഇല്ലേ? ആ കസ്റ്റമർ അയാൾ പർച്ചേസ് ചെയ്യുന്നത് വഴി ഗവൺമെൻറ് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടും അയാൾ സെയിൽ ചെയ്യുന്ന വഴിയുള്ള കസ്റ്റമർ അതിന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ടും തമ്മിൽ എന്ത് ചെയ്യും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യും. ഓക്കെ, അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടാകും. അതായത് ഈ സപ്ലയർ കളക്ട് ചെയ്ത് ഈ സപ്ലയർ വിറ്റിരിക്കുന്ന പ്രോഡക്റ്റിന് ആ കസ്റ്റമർ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് കൈകളിലേക്ക് ചെന്നുണ്ടാകും. അതിന് ആ കസ്റ്റമർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഡിസ്കൗണ്ട് നൽകുകയാണെങ്കിൽ ആ കസ്റ്റമറിന് തീർച്ചയായിട്ടും ആ കസ്റ്റമർ കൊടുത്തിരിക്കുന്ന സപ്ലൈയുടെ വില കുറയുകയും, ചിലപ്പോൾ ഒരു ഗുഡ്സാണ് വിറ്റേക്കുന്നത്, ആ ഗുഡ്സിന് ചിലപ്പോൾ ആ പുള്ളി അടച്ചേക്കുന്ന ആ ഗുഡ്സിന് ആ കസ്റ്റമർ അടച്ചേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയായിരിക്കാം. അപ്പോൾ ഡിസ്കൗണ്ട് ഈ രീതിയിൽ സപ്ലൈ ഒക്കെ നടന്നതിന് ശേഷം സപ്ലയർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ സപ്ലയർ ആ രീതിയിൽ കണ്ടീഷൻസൊക്കെ ഫോളോ ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മുടെ സപ്ലയർ എന്ത് ചെയ്തു? ഒരു 100 രൂപ ഡിസ്കൗണ്ട് കൊടുത്തെന്ന് കരുതുക. ഓക്കെ, തീർച്ചയായിട്ടും അത് സപ്ലൈ നടന്നതിന് ശേഷമാണ് ഈ രീതിയിൽ ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്നത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സപ്ലയർക്ക് ഈ ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്ന എമൗണ്ടിനുള്ള ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം? ഈ കസ്റ്റമർ തിരിച്ചു തരണം. അങ്ങനെ തിരിച്ചു തരാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്ലൈ നടന്നതിന് ശേഷം കൊടുക്കുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നും ഇല്ലായെങ്കിലോ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ രീതിയിലുള്ള ഡിസ്കൗണ്ട് എമൗണ്ട് ഒരിക്കലും കുറയ്ക്കാനും പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിൽ 3 രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഇസ് ഗീവൺ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ബിഫോർ ദ സപ്ലൈ ഷോൺ ദി ഇൻവോയ്സസ് that must be deducted from transaction value, otherwise not deducted. The discount is given at the time of supply or before the supply, not shown the invoice, nor cannot be deducted from the
ട്രാൻസാക്ഷൻ വാല്യൂ. അതായത് ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്, അത് നമ്മുടെ റിസീപ്പിയൻറ്റിന് അറിയാം. അത് ചിലപ്പോൾ സപ്ലൈ നടക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കാം. അത് സപ്ലയർ മസ്റ്റായിട്ട് ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റിൻ്റെയും ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള റിമൈനിങ് ബാലൻസിന് റിസീപ്പിയൻറ്റ് ടാക്സ് പേ ചെയ്താൽ മതി. ഇനി നമ്മുടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ നമ്മുടെ റിസീപ്പിയൻറ്റിന് അറിയാം. പക്ഷേ അത് സപ്ലയർ ഇൻവോയ്സിൽ ഷോ ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കലും അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് അതെന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റില്ല. ആ ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, ആ ഡിസ്കൗണ്ട് എമൗണ്ട് ആഡ് ചെയ്യണം. അതിനായിരിക്കണം അതും ആ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം ഈ രീതിയിൽ ഡിസ്കൗണ്ട് എമൗണ്ടും ആഡ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂവിനായിരിക്കും എന്ത് ചെയ്യുന്നത്, തീർച്ചയായിട്ടും റെസിപ്പിയൻ്റ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഇനി ആഫ്റ്റർ ദ സപ്ലൈ ആണെങ്കിൽ, ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആഫ്റ്റർ ദ സപ്ലൈ ആണെങ്കിൽ എന്ത് ചെയ്യണം, 3 രീതിയിലെ കണ്ടീഷൻസാണ് ആഫ്റ്റർ ദ സപ്ലൈ എന്ന് പറയുന്നത്. അതായത് സപ്ലയർ ഗുഡ്സ് കൊടുത്തു, റിസീപ്പിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ടും പ്രൊഡക്റ്റിൻ്റെ വിലയും വാങ്ങി, അതിനുശേഷമാണ് ഡിസ്കൗണ്ട് ഓഫർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ 3 രീതിയിലെ കണ്ടീഷൻസ് അവിടെ ഫോളോ ചെയ്യണം. ഒന്ന്, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സപ്ലയറും അതുപോലെ തന്നെ റെസിപ്പിയൻറ്റും തമ്മിൽ സെയിൽ നടക്കുമ്പോൾ തന്നെ ഒരു എഗ്രിമെൻ്റ് വെക്കണം. ഫ്യൂച്ചറിൽ ഇങ്ങനെ സപ്ലയർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസൊക്കെ താൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഈ സെയിൽ നടന്നിരിക്കുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ആ സെയിൽ നടന്നിരിക്കുന്ന ഇങ്ങനെ നടന്നിരിക്കുന്ന സപ്ലൈക്ക് തീർച്ചയായിട്ടും എന്താണ്, ഡിസ്കൗണ്ട് എമൗണ്ട് നിശ്ചിത എമൗണ്ട് തന്നേക്കാം. അപ്പോൾ ഇയാൾ പേ ചെയ്തിരിക്കുന്ന ഈ സപ്ലൈക്ക് ഇയാൾ പേ ചെയ്തിരിക്കുന്ന എമൗണ്ടും അതുപോലെ തന്നെ എന്താണ് ടാക്സ് എമൗണ്ടും നിശ്ചിത പെർസെൻറ്റേജ് ഡിസ്കൗണ്ടായിട്ട് തിരിച്ച് തന്നേക്കാമെന്നുള്ളൊരു എഗ്രിമെൻറ്റ്, സപ്ലയർ തിരിച്ച് റിസീപ്പിയൻറ്റ് കൊടുത്തേക്കാമെന്നുള്ളൊരു എഗ്രിമെൻറ്റ് മസ്റ്റായിട്ടും സപ്ലയറും അതുപോലെ തന്നെ എന്താണ് റിസീപ്പിയൻറ്റും തമ്മിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഈ രീതിയിൽ സപ്ലൈ നടന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇൻവോയ്സുകൾ വഴിയാണെങ്കിൽ ഈ രീതിയിൽ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻവോയ്സുകളും തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു ലിങ്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഡിസ്കൗണ്ട് ഓരോ ബില്ലിലും എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് കുറച്ചേക്കുന്നത്, അതിന് എത്ര ശതമാനം ടാക്സ് എമൗണ്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈസിയായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള സപ്ലൈക്ക് മസ്റ്റായിട്ട് എന്തുണ്ടായിരിക്കണം, ഈ രീതിയിൽ സപ്ലൈ നടക്കുമ്പോൾ മസ്റ്റായിട്ടും ഓരോ ഇൻവോയ്സുകളും തമ്മിൽ എന്തുണ്ടായിരിക്കണം, ലിങ്ക് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ITCs റിവേഴ്സ്ഡ് ബൈ ദ റെസിപ്പിയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലയർ ഗുഡ്സോ സർവീസോ റെസിപ്പിയൻ അല്ലെങ്കിൽ കസ്റ്റമർക്ക് സപ്ലൈ ചെയ്ത് കൊടുത്തു, അയാളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റിൻ്റെ ഗുഡ്സ് സപ്ലൈയുടെ ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ സപ്ലൈയുടെ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ പൈസയും വാങ്ങി. തീർച്ചയായിട്ടും ഈ കസ്റ്റമർ നമ്മൾക്ക് ഈ സപ്ലയർക്ക് കൊടുത്തിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ആ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ടാകും, ITC ക്ലെയിം ചെയ്തിട്ടുണ്ടാകും. സോ ITC ക്ലെയിം ചെയ്യുമ്പോൾ ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് ഈ സപ്ലയർ ആ കസ്റ്റമറിന് കൊടുക്കുന്നതെങ്കിൽ ഈ ക്ലെയിം ചെയ്തേക്കുന്ന ഈ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർക്ക് എന്ത് കിട്ടുകയാണ്, അയാളുടെ അടച്ച ടാക്സ് എമൗണ്ട് തിരിച്ചു കിട്ടുകയാണ് ഒരു നിശ്ചിത പെർസെൻറ്റേജ് അല്ലേ. ഇപ്പോൾ ഞാൻ പറയുകയാണ് 100 രൂപയുടെ പ്രൊഡക്റ്റാണ് ഞാൻ ഒരു കസ്റ്റമറിന് വിറ്റേക്കുന്നത്. 100 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഒരു കസ്റ്റമറിന് ഞാൻ വിറ്റേക്കണമെന്ന് കരുതുക. 100 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഒരു കസ്റ്റമറിന് വിറ്റേക്കുന്നത്. 10 രൂപ ടാക്സ് എമൗണ്ട് അതിനുമായി. ഓക്കെ, മൊത്തം ഞാൻ ആ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്നത് 110 രൂപയാണ്. അയാൾ എനിക്കെന്താണ് ആ 100 രൂപയും 10 രൂപ ടാക്സ് എമൗണ്ട് സഹിതം 110 രൂപ തന്നു. 110 രൂപ എനിക്ക് കിട്ടി. അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇയാൾക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കണമെന്ന് കരുതുക. 10% ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് സപ്ലൈ ഒക്കെ നടന്ന് അയാളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി ടാക്സ് എമൗണ്ട് വാങ്ങിയതിന് ശേഷമാണ് ഞാൻ 10 രൂപ ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻ്റ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അതുപോലെ തന്നെ ഞാൻ സെയിൽ നടന്നിട്ടുള്ള ഇൻവോയ്സ് എല്ലാം ലിങ്ക്ഡ് ആണ്. അതുപോലെ തന്നെ അയാൾ സമ്മതിച്ചിട്ടുണ്ട് എന്താ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ITC തിരിച്ച് എനിക്ക് തന്നേക്കാമെന്ന്. ഓക്കെ, അപ്പോൾ 110 രൂപ അയാളുടെ കയ്യിൽ നിന്ന് സെയിൽ നടന്ന സമയത്ത് ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ വില അടക്കം ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് കരുതുക അല്ലേ. 10% ഡിസ്കൗണ്ട് കൊടുത്തു. 110ൻ്റെ 10% എന്ന് പറയുന്നത് എത്ര രൂപയാണ്, 1.1. അതായത് 1 രൂപ 110ൻ്റെ 10% എന്ന് പറയുന്നത് 11 രൂപ. ഓക്കെ, 11 രൂപ ഡിസ്കൗണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്തു. അതിൻ്റെ അകത്ത് 1 രൂപ എന്ന് പറയുന്നത് 10 രൂപ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ വിലയിലും 1 രൂപ എന്ന് പറയുന്നത് ടാക്സിലുമുള്ള ഇളവാണ്. ബാക്കി ഇയാൾ മൊത്തം എത്ര രൂപ എനിക്ക് തന്നാൽ മതി, ഇയാൾ മൊത്തം എനിക്ക് 99 രൂപ തന്നാൽ മതി. അത് നേരത്തെ തന്നിട്ടുണ്ട്. 110 രൂപ ടാക്സ് എമൗണ്ട്, 100 രൂപ പ്രൊഡക്റ്റിൻ്റെ വിലയും 10 രൂപ ടാക്സ് എമൗണ്ട് സഹിതം മൊത്തം എത്ര തന്നിട്ടുണ്ട്, 110 രൂപ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന പൈസയിൽ ഞാൻ എന്ത് കൊടുത്തേക്കുന്നത്, 10% ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്നത്. ഇനി സപ്ലയറായി ഞാൻ എന്ത് ചെയ്യണം, ഈ 10% ഡിസ്കൗണ്ട് തിരിച്ചു കൊടുക്കണം. 110ൻ്റെ 10% എന്ന് പറയുന്നത് 11 രൂപ തിരിച്ചു കൊടുക്കുന്നു അല്ലേ.
11 രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ 11 രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 10 രൂപ പ്രോഡക്റ്റിൻ്റെ വിലയുള്ള ഡിസ്കൗണ്ടാണ്, 1 രൂപ എന്ന് പറയുന്ന ടാക്സ് എമൗണ്ടാണ് അല്ലേ. ഈ ടാക്സ് എമൗണ്ട് ഇനി ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇയാൾ ഏറ്റവും നേരത്തെ അടച്ചു വെച്ചേക്കുന്നത് 110 രൂപയാണ്. ഈ 110 രൂപയിൽ 10 രൂപ ടാക്സ് എമൗണ്ട് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ക്ലെയിം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ 1 രൂപ ഞാൻ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് എന്ത് ചെയ്യും, അയാൾ ITC ആയിട്ട് അതെനിക്ക് റിവേഴ്സ് ചെയ്ത് തന്നേക്കാം. കാരണം ഇയാൾ എന്താണ് അടച്ചു വെച്ചേക്കുന്ന എല്ലാ ടാക്സ് എമൗണ്ടിനും ഇയാൾ ഈ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ടാകും, 10 രൂപ ഞാൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട് ടാക്സ് എമൗണ്ട്, ആ 10 രൂപയ്ക്കും ഇയാൾ ITC ചിലപ്പോൾ ക്ലെയിം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ 110 രൂപയ്ക്കായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ 10 രൂപ 110 രൂപയുടെ 10% എന്ന് പറയുന്നത് 11 രൂപയാണ്. 10 രൂപ പ്രോഡക്റ്റിൻ്റെ വിലയും 1 രൂപ ടാക്സ് എമൗണ്ടുമാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി ഇയാൾ ഈ 10 രൂപയ്ക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നിരിക്കുന്ന 10 രൂപയ്ക്ക് ഈ കസ്റ്റമർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തേക്കണോണ്ട് ഈ 1 രൂപ ഞാൻ ഇയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇയാൾക്ക് തിരിച്ചു കൊടുത്താലും അയാൾ എന്ത് ചെയ്യും, ആ പൈസ എനിക്ക് തിരിച്ചു തരും. അതിനെയാണ് ITC റിവേഴ്സ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സ് എമൗണ്ടിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് സപ്ലൈ നടന്നതിന് ശേഷം അയാൾ പൈസയും തന്നു, ആ പ്രോഡക്റ്റിൻ്റെ സപ്ലൈയുടെ വിലയും തന്നു, ടാക്സ് എമൗണ്ട് തന്നു. അതിനുശേഷം ആ ടാക്സ് എമൗണ്ട് അയാൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷമാണ് ഒരു സപ്ലയർ ഡിസ്കൗണ്ട് എമൗണ്ട് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ ആ ഡിസ്കൗണ്ട് എമൗണ്ടിന് അടിസ്ഥാനത്തിൽ ആ കസ്റ്റമർക്ക് ആ പ്രോഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും തിരിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തിരിച്ച് ചെയ്യുന്ന ഈ കസ്റ്റമർ ITC ക്ലെയിം ചെയ്തതിന് ശേഷമാണ് ആ ടാക്സ് എമൗണ്ട് ഇയാൾക്ക് തിരിച്ച് കിട്ടുന്നതെങ്കിൽ ആ ടാക്സ് എമൗണ്ട് തിരിച്ച് റിവേഴ്സ് ചെയ്ത് സപ്ലയർക്ക് കൊടുത്തുകൊള്ളാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റും ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസ് ആഫ്റ്റർ ദ സപ്ലൈ ഫോളോ ചെയ്താൽ മാത്രമേ ഡിസ്കൗണ്ട് എമൗണ്ട് ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് കുറയുള്ളൂ. അല്ല എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഗ്രിമെൻറ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇൻവോയ്സ് തമ്മിൽ ഡിസ്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലോ ITC തിരിച്ച് കൊടുത്തോളാമെന്ന റിസീവ്മെൻറ്റ് എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല എങ്കിലോ ഈ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നും ഇല്ല എങ്കിൽ ഈ ഡിസ്കൗണ്ട് എമൗണ്ട് ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ഒപ്പം കൂട്ടുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വാല്യൂ ഓഫ് സപ്ലൈയിൽ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞേക്കുന്നത്. മക്കളെ പറഞ്ഞിരിക്കുന്നതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടും ചോദിച്ചോളൂ ഗ്രൂപ്പിൽ. ഓക്കെ, താങ്ക് യു.